ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്ന് നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ്റെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി വരുന്ന എക്സാമുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് 2-ലെ 2 ടോപ്പിക്സ്, ദാറ്റ് ഈസ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററും ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്ന ഫിസിയോളജി പാർട്ടിൽ നിന്നുള്ള ഒരു ചാപ്റ്ററും ഒന്ന് ബ്രീഫ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില ഏരിയാസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഏരിയാസ്, നമുക്ക് നോർമലി വരുത്താവുന്ന കുറച്ച് തെറ്റുകൾ, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് ഒരു 1 hour 1.5 hours നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ഏരിയ, വാസ്റ്റ് ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൻ്റെ കുറേ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ക്ലാസ് കാണുക, അത് നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കുമെന്ന് വിശ്വസിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കുന്ന ടോപ്പിക് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്റർ, ഈ പേര് തന്നെ ഒരു കൺഫ്യൂസിങ് നെയിമാണ്. കാരണം ഇതിൽ 3 ഭാഗങ്ങളാണ് ഈ പ്രാവശ്യത്തെ നീറ്റിൻ്റെ സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദ ഫസ്റ്റ് പാർട്ട് ഈസ് അബൌട്ട് ടിഷ്യൂസ്, ആനിമൽ ടിഷ്യൂസിനെ കുറിച്ച് ഒരു ബ്രീഫ് അക്കൗണ്ട്. ദ സെക്കൻഡ് പാർട്ടാണ് ആക്ച്വലി മോർഫോളജി. അതിനെ നമ്മൾ 2ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്ന ഒരു ഭാഗമാണ്. കാരണം നീറ്റിൻ്റെ സിലബസിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ടു ലേൺ ഇൻസെക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇൻസെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് കോക്രോച്ച്. കാരണം നിങ്ങൾ പഠിക്കുന്ന ഇൻസെക്റ്റ് ഈസ് കോക്രോച്ച്. അപ്പോൾ ആ ഇൻസെക്റ്റിൻ്റെ ബ്രീഫായിട്ടുള്ള ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ്, അനാറ്റമി ആൻഡ് മോർഫോളജി, ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കണം എന്ന് അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് സിലബസിൽ. അപ്പോൾ ആദ്യം ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടായിരുന്നെങ്കിലും സിലബസിൽ അത് പിന്നീട് ക്ലാരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്, യു ഹാവ് ടു ലേൺ ആൻ ഇൻസെക്റ്റ് എന്നുള്ളത്. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അത് കൂടാതെ ദേ ഹാവ് ഇൻക്ലൂഡഡ് ഫ്രോഗ്. പലപ്പോഴും നമ്മൾ സ്കൂൾ സിലബസിൽ ഫ്രോഗ് പഠിക്കാത്തതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നീറ്റിൻ്റെ സിലബസിൽ ഫ്രോഗ് ഹാസ് ബീൻ ഇൻക്ലൂഡഡ്. പക്ഷെ ഫ്രോഗിൻ്റെ പകുതിയും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ഹാവ് ലേൺഡ് ഇൻ ആംഫീബിയ എന്ന് പറയുന്ന കോർഡേറ്റയിൽ നമ്മൾ കുറേയൊക്കെ പഠിച്ചതാണ്. അതെല്ലാം തന്നെയാണ് ഫ്രോഗിലുള്ളത്. പക്ഷെ ഒരു പർട്ടിക്കുലർ സ്പീഷീസ് ആയിട്ട് എടുത്ത് നമ്മൾ പറയുകയാണ്, ദാറ്റ് ഈസ് റാണ ടൈഗ്രീന എന്ന് പറയുന്ന ഇന്ത്യൻ പോണ്ട് ഫ്രോഗ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ടു സ്റ്റാർട്ട് വിത്ത് നമ്മൾ ആദ്യത്തെ ഭാഗം ഈസ് അബൌട്ട് ടിഷ്യൂസ് ആണ്. ടിഷ്യൂസ് നമുക്ക് അറിയാം, സാധാരണ 1 or 2 ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഈ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്. ആസ് എ ഹോൾ 1 to 2 ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ നമ്മൾ ചില ഇയേഴ്സിൽ ടിഷ്യൂസിന് ക്വസ്റ്റ്യൻ ഇല്ലാതെയും വരുന്ന വർഷമാണ്. പക്ഷേ 2023 വാസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഫാർ എ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇസ് കൺസേൺ. 2023യുടെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ 4 ക്വസ്റ്റ്യൻസ് ആണ്. ദർ വർ 4 ക്വസ്റ്റ്യൻസ് ഫ്രം സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ. 23-ലെ ഒരു ക്വസ്റ്റ്യൻ വാസ് അബൌട്ട് ലിഗമെന്റ്സ് ആൻഡ് കാർട്ടിലേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ലിഗമെന്റ്സ് ആൻഡ് കാർട്ടിലേജ്, നമ്മൾ ആ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന ഭാഗം ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ദർ വാസ് എ ക്വസ്റ്റ്യൻ ഫ്രം ദ കണക്റ്റീവ് ടിഷ്യൂ പാർട്ട്, ഡെൻസ് കണക്റ്റീവ്, ലൂസ് കണക്റ്റീവ്, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ആ ഒരു ഭാഗത്ത് ദർ വാസ് എ ക്വസ്റ്റ്യൻ വിച്ച് വാസ് എ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നീട് കോക്രോച്ചിലേക്ക് വരികയാണെങ്കിൽ, കോക്രോച്ചിൽ there was a question about sexual dimorphism in cockroach. കോക്രോച്ച് നമുക്കറിയാം, ആണും പെണ്ണും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് കോക്രോച്ചിൻ്റെ സെക്ഷുവലി ഡൈമോർഫിക് ആയിട്ട് നമുക്ക് കാണുക? 23 ക്വസ്റ്റ്യൻ ആണ്. അത് നമുക്കറിയാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ചെയ്തിട്ടുള്ളതായിരിക്കും. ഏനൽ സ്റ്റൈൽസ് ആർ പ്രസൻറ്റ് ഇൻ മെയിൽ, ഏനൽ സ്റ്റൈൽസ് ആർ ആബ്സെൻറ്റ് ഇൻ ഫീമെയിൽ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടിഷ്യൂസ് ആർ ഇമ്പോർട്ടൻ്റ് എന്ന് നമ്മൾ പറയാൻ കാര്യം, കഴിഞ്ഞ വർഷം പിന്നീട് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, മാച്ച് ദ ഫോളോയിങ് ആയിട്ട് എപ്പിത്തീലിയം ടിഷ്യൂസും അത് കാണുന്ന സ്ഥലം. നമുക്ക് പഠിക്കാനുള്ള എപ്പിത്തീലിയം ടിഷ്യൂ സ്ക്വാമസ് എപ്പിത്തീലിയം, ക്യൂബോയിഡൽ എപ്പിത്തീലിയം, കൊളുമിനാർ എപ്പിത്തീലിയം, സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഈ 4 എപ്പിത്തീലിയൽ ടിഷ്യൂ നമ്മുടെ ബോഡിയിൽ കാണുന്ന സ്ഥലങ്ങൾ തന്നിട്ട് യു ആർ ആസ്ക്ഡ് ടു മാച്ച് ദം കറക്റ്റ്ലി. അപ്പോൾ അത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടിഷ്യൂസിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് നമുക്ക് അറിഞ്ഞിരിക്കണം. Then there was another question on excretory organs of cockroach. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. There was a question. അപ്പോൾ 23യുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് ആണ് 23യിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ 22-ലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർ കമ്പാരിറ്റീവ്ലി ലെസ് എന്ന് നമുക്ക് പറയാവുന്നതാണ്.
അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഈ ചാപ്റ്ററിന് ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത്. ഈ വർഷത്തെ പ്രത്യേകത എന്താ? മിനിമം 4 വരുമെന്ന് നമുക്ക് അസ്യൂം ചെയ്യാവുന്നതാണ്. കാരണം ഫ്രോഗ് ഇൻക്ലൂഡഡ് ആണ്, ഇൻസെക്റ്റ് ഉണ്ട്, ടിഷ്യൂസ് ഉണ്ട്. ടിഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഈസ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് ആണ്. ഇത് സാധാരണ നമ്മൾ ടിഷ്യൂസിനെ ക്ലാസിഫൈ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം ഇസ് ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻ ആണ്. വാട്ട് ഈസ് എ ഫങ്ഷൻ എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടിഷ്യൂസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം ഫങ്ഷൻ അനുസരിച്ച് 4 ബേസിക് ടൈപ്പ് ഓഫ് ടിഷ്യൂസ് ആണ് ആനിമൽസിനുള്ളത്. എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലാർ ടിഷ്യൂ ആൻഡ് ന്യൂറൽ ടിഷ്യൂ. അപ്പോൾ ഫങ്ഷണൽ ആസ്പെക്റ്റിൽ 4 ഉണ്ട്. പിന്നീട് നമ്മൾ ചെയ്യുന്നത് എന്താ? ഇത് ഓരോ ടിഷ്യൂസിനെയും നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുക. എപ്പിത്തീലിയൽ ടിഷ്യൂനെ വി ഹാവ് ക്ലാസിഫൈഡ് ഇറ്റ് ഇൻ ടു സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ആയിട്ട് ഡിവൈഡ് ചെയ്തു. പക്ഷെ ഇതിൽ നിങ്ങൾ പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സിമ്പിൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ടൈപ്സ് എന്ന് പറഞ്ഞ് നമ്മളൊരു 4 ടൈപ്പ് പഠിക്കുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ദേ ആർ സ്ക്വാമസ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യൂബോയിഡൽ, കൊളുമിനാർ ആൻഡ് സീലിയേറ്റഡ് എന്ന് പറയും. അപ്പം ടെക്സ്റ്റിൽ ഈ 4 മെൻഷൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് ഓരോന്നും എവിടെ കാണുന്നു ആ ഒരു മാച്ചിങ് നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാവണം. ഓർക്കാൻ എളുപ്പമാണ്. സ്ക്വാമസ് എന്ന് പറയുമ്പോൾ നമ്മളതിന് വേറൊരു പേര് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും, പേവ്മെൻറ്റ് എന്ന് പറയും. എവിടെയെല്ലാം മനുഷ്യൻ്റെ ശരീരത്തിൽ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസസ് നടക്കുന്നുണ്ടോ അവിടെയെല്ലാം സ്ക്വാമസ് ആയിരിക്കണം. ബിക്കോസ് എക്സ്ചേഞ്ച് നടക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി തിക്ക്, സെൽസ് വളരെ തിന്നായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ടിഷ്യൂസിനെയും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ മൈക്രോസ്കോപ്പിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്നിനും ഓരോ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് നമ്മൾ അറിയണം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുന്നത് സ്ക്വാമസ് സെൽസ് ആർ തിൻ ആൻഡ് ഫ്ലാറ്റ്, prominent nucleus, centrally placed, irregular edges are irregular എന്ന് നമ്മൾ പറയും. പിന്നീട് നമ്മൾ കാണുന്ന ഒരു വാക്കുണ്ട് ബേസ്മെന്റ് മെംബ്രെയിൻ. ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ സാധാരണ ക്വസ്റ്റ്യൻസിൽ സ്റ്റേറ്റ്മെന്റായി വരുമ്പോൾ തെറ്റുന്ന ഒരു കാര്യമാണ് സെല്ലുലാർ, നോൺ സെല്ലുലാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബേസ്മെന്റ് മെംബ്രെയിൻ ഈസ് നോൺ സെല്ലുലാർ ആണ്. ആൻഡ് ഈ നോൺ സെല്ലുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഈസ് ആക്ച്വലി മേഡപ്പ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ നോൺ സെല്ലുലാർ എന്നുള്ളത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് തരാം, ബേസ്മെന്റ് മെംബ്രെയിൻ, സെല്ലുലാർ ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സെല്ലുലാർ എന്നുള്ളത് തെറ്റാണെന്നുള്ളത് നമ്മുടെ മനസ്സിൽ വരണം. ഇറ്റ് ഈസ് ഓൾവേസ് നോൺ സെല്ലുലാർ ആണ് സ്ക്വാമസ് എപ്പിത്തീലിയത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ. അതുപോലെ സ്ക്വാമസ് എപ്പിത്തീലിയത്തിൽ വരുന്ന മറ്റൊരു കാര്യമാണ് സെൽസ് ആർ ക്ലോസ്ലി പാക്ഡ് എന്ന് പറയും. സെൽസ് ആർ ക്ലോസ്ലി പാക്ഡ്. അപ്പോൾ വളരെ അടുത്തടുത്ത് നിൽക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനിടയിൽ ഇൻ്റർസെല്ലുലാർ സ്പേസസ് കുറവായിരിക്കും. ഇൻ്റർസെല്ലുലാർ സ്പേസ് കുറവാണെങ്കിൽ എന്തായിരിക്കും? ഇൻ്റർസെല്ലുലാർ മെറ്റീരിയലിൻ്റെ അളവും കുറവായിരിക്കും എന്ന് പറയാം. ഇനി നമ്മൾ ഈ എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ പറയുമ്പോൾ എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ നിങ്ങളെ ചാപ്റ്റർ കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്യുമ്പോൾ യു വിൽ സീ സെൽ ജംഗ്ഷൻസ് എന്ന് പറയും. ഈ സെൽ ജംഗ്ഷൻസ് ഒരു ക്വസ്റ്റ്യൻ പോയിന്റ് ആണ്, സാധാരണ വരുന്ന ഒരു ഭാഗമാണ്. സെൽ ജംഗ്ഷൻസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടിഷ്യൂസിലും സെൽ ജംഗ്ഷൻസ് ഉണ്ട്, ബട്ട് ദേ ആർ വെരി പ്രോമിനന്റ് ഇൻ എപ്പിത്തീലിയൽ ടിഷ്യൂ. അതിന്റെ കാരണം നമ്മൾ അറിഞ്ഞിരുന്നാൽ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം എപ്പിത്തീലിയൽ ടിഷ്യൂവിൽ സെൽസ് വളരെ അടുത്തടുത്താണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ സെൽ ജംഗ്ഷൻസ് കാണാനുള്ള സാധ്യത കൂടുതലാണ്. സെൽസ് ആർ compactly packed or closely packed. Coming to squamous epithelium, cells are thin and flat with irregular edges എന്ന് പറയും. They are seen in, നമ്മൾ സാധാരണ ഒരു വാക്ക് ഉപയോഗിക്കും, ഡിഫ്യൂഷൻ സർഫസസ്. നിങ്ങൾക്കറിയാം എവിടെയെല്ലാമാണ് ഈ ഡിഫ്യൂഷൻ സർഫസസ് ഉള്ളത്, അല്ലെങ്കിൽ എവിടെയാണ് ഡിഫ്യൂഷൻ സർഫസ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പം നമുക്ക് പറയാം ഡിഫ്യൂഷൻ സർഫസ് എന്ന് നമ്മൾ പറയുന്നത് ജനറലി വി ക്യാൻ സേ ദാറ്റ് ദേ ആർ സീൻ ഇൻ, എവിടെയാണ് കാണുക? ഈ സെൽസ് നമ്മൾ കാണുന്നത് ആൽവിയോളായി, അവിടെ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കുന്നുണ്ടല്ലോ, ആൽവിയോളായിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ആൽവിയോളാർ വാൾസ് ആർ മേഡ് അപ്പ് ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം. വാൾസ് ഓഫ് ദ ബ്ലഡ് വെസൽസ് ആർ മേഡ് അപ്പ് ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം. അതിന് നമ്മൾ വേറൊരു പേര് പറയും, പേര് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ദാറ്റ് ഈസ് എൻഡോത്തീലിയം എന്ന് പറയും. വാൾസ് ആർ കോൾഡ് എൻഡോത്തീലിയം എന്ന് നമ്മൾ പറയുന്നത്. പിന്നീട് നമ്മൾ പറയാം ഇന്നർ ലൈനിങ് ഓഫ് ദ ബ്ലഡ്
വെസൽസ്. ബ്ലഡ് വെസൽസിന്റെ ഉൾലൈനിങ്, അതാണ് എൻഡോത്തീലിയം ഞാൻ പറഞ്ഞത്. ബോഡി കാവിറ്റിയുടെ ഇന്നർ ലൈനിങ്, ബോഡി കാവിറ്റിയുടെ ഇന്നർ ലൈനിങ്ങിന് നമ്മളൊരു വാക്ക് ഉപയോഗിക്കും. ദാറ്റ് വേർഡ് ഈസ് ആക്ച്വലി വി കോൾ ഇറ്റ് ആസ് മീസോത്തീലിയം എന്ന് പറയും. ഇതൊക്കെ ചിലപ്പോൾ ഈ വേർഡ്സ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ മീസോത്തീലിയം എന്നുള്ള വാക്ക് NCERT ഇല്ല, പക്ഷേ ഒരുപക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ മീസോത്തീലിയം എന്നൊരു വേർഡ് വന്നാൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എപ്പിത്തീലിയൽ ടിഷ്യൂ ഏതാണെങ്കിലും, ഈ പറഞ്ഞ ഏതാണെങ്കിലും, അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ദേ ആർ എവാസ്കുലാർ എന്ന് പറയും. എവാസ്കുലാർ, ആ വാക്കിന്റെ അർത്ഥം എ മീൻസ് നോ, എവാസ്കുലാർ മീൻസ് നോ ബ്ലഡ് വെസൽസ്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താ, ഈ വാക്ക് കേൾക്കുമ്പോൾ എവാസ്കുലാർ, നമ്മളുടെ ടിഷ്യൂസിൽ വേറെ ഒരു ടിഷ്യൂയും കൂടി ഉണ്ട് എവാസ്കുലാർ ആയിട്ടുള്ളത്. ഇത്തരത്തിൽ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മച്ച് മോർ ഈസിയർ. അനദർ ടിഷ്യൂ ദാറ്റ് ഈസ് എവാസ്കുലാർ ഈസ് കാർട്ടിലേജ്. കാർട്ടിലേജസ് ആർ എവാസ്കുലാർ ആണ്. കാർട്ടിലേജ് ടിഷ്യൂ എവാസ്കുലാർ. അപ്പൊ രണ്ട് ടിഷ്യൂസ് ഇവിടെ എവാസ്കുലാർ ഉണ്ട്. ഇത് നമ്മൾ സ്ക്വാമസ് കാണുന്ന സ്ഥലങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി സ്ക്വാമസ് എപ്പിത്തീലിയം ഇസ് സീൻ ഇൻ കിഡ്നി. ചിലപ്പോൾ ഒരു പ്രശ്നം വരുന്ന ഭാഗമാണ്. കിഡ്നിയിൽ സ്ക്വാമസ് എപ്പിത്തീലിയം കാണാം. സ്ക്വാമസ് എപ്പിത്തീലിയം കിഡ്നിയിൽ എവിടെ കാണുന്നു ചോദിച്ചു കഴിഞ്ഞാലോ, ബോമൻസ് ക്യാപ്സ്യൂൾ നമ്മൾ പഠിക്കുമ്പോൾ യു ലേൺ അബൌട്ട് പോഡോസൈറ്റ്സ്. വിസറൽ ലെയറിൽ യു ലേൺ അബൌട്ട് പോഡോസൈറ്റ്സ്. അപ്പോൾ പോഡോസൈറ്റ്സിൽ യു ഹാവ് സ്ക്വാമസ് എപ്പിത്തീലിയൽ സെൽസ് എന്ന് നമുക്ക് പറയാം. ക്യൂബോയിഡലും കൊളുമിനാറിനും കോമൺ ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് അറിയാം. എന്താണ്? രണ്ടുപേരും അത്യാവശ്യം നല്ല വലുപ്പമൊക്കെ ഉള്ളതാണ്, ക്യൂബോയിഡൽ ആൻഡ് കൊളുമിനാർ. അപ്പോൾ ക്യൂബോയിഡൽ കൊളുമിനാറിന്റെ ഫംഗ്ഷൻ, നമ്മൾ ആ ഫംഗ്ഷൻ ഓർക്കണം. ഇറ്റ് ഈസ് പ്രൈമറിലി അസോസിയേറ്റഡ് സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പോൾ എവിടെയൊക്കെ ഇത് ഓർക്കണം. എന്തിനാണെന്ന് വെച്ചാൽ സെക്രീഷൻ ഒരു സ്ഥലത്ത് ക്യൂബോയിഡൽ ഉണ്ടോ അല്ലെങ്കിൽ കൊളുമിനാർ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി സെക്രീഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അപ്പം നമ്മുടെ ശരീരത്തിൽ സെക്രീഷനും അബ്സോർപ്ഷനും നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം യു ക്യാൻ സി ക്യൂബോയിഡൽ ഓർ കൊളുമിനാർ എപ്പിത്തീലിയം. ക്ലിയർ അല്ലേ? അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇനി ക്യൂബോയിഡൽ എപ്പിത്തീലിയം എന്ന് പറഞ്ഞാൽ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരണം, സെൽസ് ആർ ക്യൂബ് ഷേപ്ഡ്, ക്യൂബിക്കൽ ഇൻ ഷേപ്പ് ആണ്, റൈറ്റ്? ഇനി ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു ചെറിയ കാര്യമുള്ളത് എന്താ വെച്ചാൽ, ഈ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിന് ഒരു ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ട്. ഈ ടിഷ്യൂ ചാപ്റ്ററിന്റെ ഒരു പ്രോബ്ലം, ഇറ്റ് എക്സ്റ്റെൻഡ്സ് ടു അതർ ചാപ്റ്റേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിനെ കുറിച്ച് പറയുമ്പോൾ ആ ക്യൂബോയിഡൽ എപ്പിത്തീലിയത്തിൻ്റെ ഒരു മോഡിഫിക്കേഷൻ, നിങ്ങൾ എക്സ്ക്രീഷൻ പഠിക്കുമ്പോൾ യു ലേൺ അബൌട്ട് ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ എന്ന് പറഞ്ഞ് കാണും. PCTയിലുള്ള സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടി ഫ്രീ സർഫസ് ഹൈലി ഫോൾഡഡ് ആയി കാണുന്നതാണ് ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ നമുക്ക് ഇൻഡസ്റ്റൈനിലുള്ള വില്ലായി ആയിട്ട് തെറ്റി പോകാൻ സാധ്യതയുണ്ട്. ബ്രഷ് ബോർഡേഡ് ക്യൂബോയിഡൽ മനുഷ്യന്റെ ശരീരത്തിൽ ആകെ കാണുന്നത് ഇൻ PCTയിൽ മാത്രം ആണ്. ക്യൂബോയിഡൽ എപ്പിത്തീലിയം സെക്രീഷൻ ആയിരുന്നു. അത് എവിടെയാ കാണുക എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് പറയാം ഇന്നർ ലൈനിങ് ഓഫ് ഡക്സ് ഓഫ് ഗ്ലാൻഡിലുണ്ട് എന്ന് പറയാം, ഡക്സ് ഓഫ് ഗ്ലാൻഡ്. ദെൻ സെക്രീഷൻ നടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ക്യൂബോയിഡൽ എപ്പിത്തീലിയം ഉണ്ട്. കൊളുമിനാർ എപ്പിത്തീലിയം എന്ന് നമ്മൾ പറയുന്നത് ശരിക്ക് ഓർക്കാൻ എളുപ്പമാണ്. സ്റ്റൊമക് ആൻഡ് ഇൻഡസ്റ്റൈൻ, അതിൻ്റെ ഇന്നർ ലൈനിങ് ഉൾഭാഗം ഇസ് ലൈൻഡ് ബൈ കൊളുമിനാർ എപ്പിത്തീലിയം. ആൻഡ് കൊളുമിനാർ എപ്പിത്തീലിയത്തിലും ഒരു മോഡിഫിക്കേഷൻ ഉണ്ട്, ബ്രഷ് ബോർഡേഡ് കൊളുമിനാർ. ബ്രഷ് ബോർഡേഡ് കൊളുമിനാർ ഇൻഡസ്റ്റൈനൽ വില്ലായിലാണ് കാണുന്നത് നമുക്ക് പറയാം. ഇനി ഈ ക്യൂബോയിഡലും കൊളുമിനാർ പറയുമ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം, ഇവർക്ക് സെക്രീഷൻ എന്നൊരു പണിയുണ്ട്. അതുകൊണ്ട് തന്നെ ക്യൂബോയിഡൽ ആൻഡ് കൊളുമിനാർ എപ്പിത്തീലിയം അവരുടെ ഒരു മേജർ റോൾ എന്ന് പറഞ്ഞാൽ ദേ ഗെറ്റ് മോഡിഫൈഡ് ആസ് ഗ്ലാൻസ് ആയിട്ട് മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഗ്ലാൻഡുലാർ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗത്ത് നമ്മൾ കാണുന്നതാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. ഏത് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം എടുത്താലും ദേ വിൽ ബി ഐദർ ക്യൂബോയിഡൽ ഓർ കൊളുമിനാർ എപ്പിത്തീലിയം ആയിരിക്കും. Clear? Any gland, it can either be cuboidal or columnar. Clear? Ciliated epithelium എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ഉള്ളിലുള്ള ഹോളോ ഓർഗൻസിന്റെ ഇന്നർ റീജിയൻ ആർ ലൈൻ ബൈ ഹെയർ ലൈക്ക് സീലിയേറ്റഡ് എപ്പിത്തീലിയം. ഈ സീലിയേറ്റഡ് എപ്പിത്തീലിയത്തിന് ഒരു പ്രശ്നമുണ്ട്, സെൽസ് ആർ ഐദർ ക്യൂബോയിഡൽ ഓർ കൊളുമിനാർ, പക്ഷെ അവരുടെ ഫ്രീ സർഫസ് വിൽ ഹാവ് ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് കോൾഡ് സീലിയ. ആക്ച്വലി ഈ എപ്പിത്തീലിയൽ ടിഷ്യൂസിൽ നമുക്ക് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇനി ബേസ്മെന്റ് മെംബ്രെയിൻ്റെ മുകളിലുള്ള നമ്പർ ഓഫ് ലെയർ ഓഫ് സെൽ അനുസരിച്ച് നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാം, സിമ്പിൾ എപ്പിത്തീലിയം ആൻഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയം. അപ്പോൾ അത് നമ്മൾ NCERT ടെക്സ്റ്റിൽ നിങ്ങൾ ആ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ യു വിൽ സീ ദാറ്റ് ഈ കോമ്പൗണ്ട് എപ്പിത്തീലിയം നിങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ പല പേരുകൾ കോമ്പൗണ്ട് എപ്പിത്തീലിയത്തിന് പറയുന്നുണ്ടാവും. അതായത് ട്രാൻസിഷണൽ എപ്പിത്തീലിയം, കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയം, നോൺ കെരാറ്റിനൈസ്ഡ് എപ്പിത്തീലിയം, ഇങ്ങനെ പല പുതിയ പേരുകൾ നമുക്ക് വരും.
ഈ നെയിംസ് ആസ് സച്ച് നമ്മുടെ ടെക്സ്റ്റിൽ ഇല്ലെങ്കിലും കോമ്പൗണ്ട് എപ്പിത്തീലിയം എന്നുള്ള ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് 3 ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഒന്ന്, ദേ ക്യാൻ ചേഞ്ച് ദെയർ ഷേപ്പ്, അതാണ് ട്രാൻസിഷണൽ യൂറോത്തീലിയം എന്ന് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒരു കെരാറ്റിനൈസ്ഡ് എക്സ്ട്രാ പ്രൊട്ടക്ഷൻ, ഹെയർ, നെയിൽ ആൻഡ് ഡ്രൈ സർഫസ് ഓഫ് ദ സ്കിൻ എന്ന് പറയും. ഇനി നോൺ കെരാറ്റിനൈസ്ഡ് വരുന്നതാണ് ഇന്നർ ലൈനിങ് ഓഫ് ദ ബക്കൽ ക്യാവിറ്റി, ഫാരിങ്സിലൊക്കെ വരുന്നത് നോൺ കെരാറ്റിനൈസ്ഡ് കോമ്പൗണ്ട് എപ്പിത്തീലിയമാണ്. ഓക്കെ, നോർമൽ ഫംഗ്ഷനിൽ നിന്ന് വ്യത്യസ്തമായി, നോർമൽ ഫംഗ്ഷൻ ഈസ് കവറിംഗ് ദ ബോഡി ഓർ ബോഡി പാർട്ട്, കവറിംഗ്, അതാണ് എപ്പിത്തീലിയത്തിന്റെ ഫംഗ്ഷൻ. ദർ ആർ മോഡിഫിക്കേഷൻസ്. നമ്മുടെ ബുക്കിൽ ഒരു പ്രധാന മോഡിഫിക്കേഷൻ പറയുന്നതാണ് ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം. അപ്പോൾ ഗ്ലാൻസിനെ കുറിച്ച് നമ്മൾ ഈ ചാപ്റ്ററിലും മറ്റ് പല ചാപ്റ്ററിലും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലാൻഡുലാർ എപ്പിത്തീലിയം ബിക്കംസ് ഇമ്പോർട്ടൻറ്റ്. ഒരു സെല്ല് ഒരു ഗ്ലാൻഡ് ആയാൽ യൂണിസെല്ലുലാർ ഗ്ലാൻഡ്, ഒന്നിൽ കൂടുതൽ സെല്ല് ഒരു ഗ്ലാൻഡ് ആയാൽ ഇറ്റ് ഈസ് മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ്. അപ്പോൾ ആ ഭാഗത്ത് വെച്ച് ക്വസ്റ്റ്യൻസ് വരാം. യൂണിസെല്ലുലാർ ഗ്ലാൻഡ് ഏതാണ്? ഗോബ്ലെറ്റ് സെൽസ് ആണ് നമ്മൾ പഠിക്കുന്ന, അല്ലെങ്കിൽ മ്യൂക്കസ് പ്രൊഡ്യൂസിങ് സെൽസ്. അതുപോലെ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് ഏതാണ് പറഞ്ഞു വരാം. അപ്പോൾ മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡ് പറയുമ്പോൾ നമുക്ക് പറയാവുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരുവിധ എല്ലാ ഗ്ലാൻഡും മൾട്ടി സെല്ലുലാർ ഗ്ലാൻഡാണ്. പിന്നീട് ചില ജനറൽ കാര്യങ്ങളുണ്ട്, ലൈക്ക് ലാർജസ്റ്റ് ഗ്ലാൻഡ് ഇൻ ആ ബോഡി ഈസ് ലിവർ എന്ന് പറയുന്നത്. ഗ്ലാൻഡിന് സെക്രീഷൻ പുറത്തോട്ട് കളയാനായിട്ട് ഡക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഡക്റ്റിൻ്റെ പ്രസൻസ് ഓർ ആബ്സെൻസ് അനുസരിച്ചിട്ട് നമുക്ക് പറയാം, ഈ ഡക്റ്റുകളുടെ പ്രസൻസ് ആൻഡ് ആബ്സെൻസ് അനുസരിച്ച് നമുക്ക് പറയാം, ലൈക്ക് ദർ ആർ ഡക്റ്റഡ് ഗ്ലാൻഡ് ആൻഡ് ഡക്ട്ലെസ് ഗ്ലാൻഡ്. ഡക്റ്റ് ഉള്ള ഗ്ലാൻഡിനെ നമ്മൾ പറയുന്ന പേര്, ദ ഗ്ലാൻഡ്സ് വിത്ത് ഡക്റ്റ് ക്യാൻ ബി കോൾഡ് ആസ് എക്സോക്രൈൻ ഗ്ലാൻഡ്. ഡക്റ്റ് ഇല്ലാത്തതിനെ നമുക്ക് പറയാം എൻഡോക്രൈൻ ഗ്ലാൻഡ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എപ്പിത്തീലിയൽ ടിഷ്യൂ, അത് നമ്മൾ എവിടെയൊക്കെ കാണുന്നു എന്നുള്ളത് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? ഇനി നമ്മൾ രണ്ടാമത്തെ പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ദ നെക്സ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ദാറ്റ് ഈസ് അബൌട്ട് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു പാർട്ടാണ് കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ, ആസ് യു നോ, കോമ്പോണൻസ് ഓഫ് ദ കണക്റ്റീവ് ടിഷ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എന്തൊക്കെയാണ് ഒരു കണക്റ്റീവ് ടിഷ്യൂവിൽ ഉള്ളത്, വാട്ട് ആർ ദ കോമ്പണൻസ് ഓഫ് എ കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിൽ സെൽ, മാട്രിക്സ്, ഫൈബേഴ്സ്. പിന്നീട് നമുക്ക് പല ചാപ്റ്ററിലും ആവശ്യം വരുന്നതാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫൈബേഴ്സ്, കൊളാജൻ ഫൈബേഴ്സ് ആൻഡ് ഇലാസ്റ്റിൻ ഫൈബേഴ്സ്. ഈ ഫൈബേഴ്സിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. കൊളാജൻ ഫൈബേഴ്സ് ആർ വൈറ്റ്, തിക്ക്, നോൺ ഫ്ലെക്സിബിൾ ബട്ട് നോൺ ഇലാസ്റ്റിക്. ഇലാസ്റ്റിൻ ആർ തിൻ, യെല്ലോ, ഫ്ലെക്സിബിൾ ആൻഡ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത്. Then matrix is a medium in which cells and fibers are present. ഇനി ഇതിൻ്റെ മാട്രിക്സിൻ്റെ സ്വഭാവം അനുസരിച്ച്, നേച്ചർ ഓഫ് മാട്രിക്സ്, ഇവിടെ ഒന്ന് നല്ലോണം ശ്രദ്ധിക്കണം. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് മാട്രിക്സ് കണക്റ്റീവ് ടിഷ്യൂവിനെ നമ്മൾ 3 ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഇത് മാട്രിക്സ് അനുസരിച്ച് കണക്റ്റീവ് ടിഷ്യൂവിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ലൂസ് കണക്റ്റീവ് ടിഷ്യൂവിൽ ഏരിയോളാർ, ആഡിപ്പോസ്. ഏരിയോളാർ ടിഷ്യൂ എന്ന് പറയുന്നതിനെ നമ്മൾ സാധാരണ പറയുക ഒരു ടിപ്പിക്കൽ കണക്റ്റീവ് ടിഷ്യൂ. എന്തുകൊണ്ടാണ് ഏരിയോളാറിന് ടിപ്പിക്കൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂവിലാണ് ഒരു കണക്റ്റീവ് ടിഷ്യൂവിന് വേണ്ടം എന്ന് പറയുന്നതെല്ലാം, ദാറ്റ് ഈസ് സെൽസ്, ഫൈബേഴ്സ് ആൻഡ് മാട്രിക്സ്, എല്ലാം ഉള്ളതാണ് ഏരിയോളാർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് നമ്മൾ പറയുന്നത്. ഇനി വി ഹാവ് ആഡിപ്പോസ്, ഫാറ്റ് സ്റ്റോറേജ്. കണക്റ്റീവ് ടിഷ്യൂ ആണെങ്കിലും പ്രൈമറി ഫംഗ്ഷൻ സ്റ്റോറേജ് ഓഫ് ഫാറ്റ് ആണ്. ഇവിടെയാണ് ആദ്യത്തെ പ്രോബ്ലം വരിക. സാധാരണ ആളുകൾ ബുക്കിൽ NCERTയുടെ സമ്മറി നോക്കുമ്പോൾ ഏരിയോളാർ ടിഷ്യൂ ഇസ് ഇൻക്ലൂഡഡ് അണ്ടർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. അപ്പോൾ അത് സ്പെഷ്യലൈസ്ഡ് ആണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേര് ഇപ്പോഴുമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ടിഷ്യൂസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇസ് ബേസ്ഡ് ഓൺ ദെയർ മാട്രിക്സ്. അത് 3 തരത്തിലാണ്. അതാണ് 102-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി 102, 103, 104 പേജുകളിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സമ്മറി എത്തുമ്പോഴത്തേനും അവിടെ വേണ്ടത് ആക്ച്വലി ദേ പെർഫോം സർട്ടൻ സ്പെഷ്യൽ ഫങ്ഷൻസ് ആണ്. എഡിപ്പോസ് ടിഷ്യൂവിൻ്റെ ഫങ്ഷൻ ഈസ് നോട്ട് കണക്റ്റിംഗ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബോഡി, പക്ഷേ അതിൻ്റെ ഫങ്ഷൻ ഈസ് സ്റ്റോറേജ് ഓഫ് ഫാറ്റ്, പ്രിവെൻറ്റ് ഹീറ്റ് ലോസ്, ഇങ്ങനത്തെ ഫങ്ഷൻ. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഫങ്ഷനാണ്. അതുകൊണ്ടാണ് അതിനെ അവിടെ അങ്ങനെ പറയുന്നത്. ഇനി എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ ടിഷ്യൂ ക്ലാസിഫിക്കേഷൻ ഇസ് ബേസ്ഡ് ഓൾവേസ് ഓൺ ദ നേച്ചർ ഓഫ് എ മാട്രിക്സ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ക്ലിയർ? ഇനി
നമുക്ക് പറയാവുന്നത് കണക്റ്റീവ് ടിഷ്യൂവിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കണക്റ്റീവ് ടിഷ്യൂവിൽ ബ്ലഡ് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്, ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ. ബ്ലഡിൻ്റെ ചില പ്രോപ്പർട്ടീസ് നിങ്ങൾ ഓൾറെഡി യു വുഡ് ഹാവ് ലേൺഡ് ദാറ്റ് ഇൻ ബോഡി ഫ്ലൂയിഡ്സ്. പക്ഷെ ബ്ലഡിൻ്റെ ചില പ്രോപ്പർട്ടീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ലൈക്ക് ഒരു പ്രോപ്പർട്ടി എന്താ വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ ഇറ്റ് ഈസ് എ ഫ്ലൂയിഡ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് വെച്ചാൽ മാട്രിക്സ് വെള്ളം പോലെയാണ് ഉള്ളത്. ഇതിനെ വേറൊരു പേര് പറയും വാസ്കുലാർ ടിഷ്യൂ എന്ന് പറയും ബ്ലഡിന്. കാരണം എന്താ, ഇറ്റ് ഫ്ലോസ് ത്രൂ ബ്ലഡ് വെസൽസ്. ബ്ലഡിന് ഇനി നമ്മൾ പറയാവുന്ന ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കണക്റ്റീവ് ടിഷ്യൂല് സെൽസ്, ഫൈബേഴ്സ് ആൻഡ് മാട്രിക്സ് ഉണ്ടായിരിക്കണം എന്നാണ് നമ്മൾ പറയുക. പക്ഷെ ബ്ലഡ് ഇസ് എൻ എക്സെപ്ഷൻ. ബ്ലഡ് ഇസ് എ കണക്റ്റീവ് ടിഷ്യൂ വിച്ച് ഡസ് നോട്ട് കണ്ടെയ്ൻ ഫൈബേഴ്സ്. ഫൈബ്രോബ്ലാസ്റ്റ് ഇല്ല ബ്ലഡിൽ, അതുകൊണ്ട് ഫൈബേഴ്സ് ആർ ആബ്സെന്റ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട്. ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊഡ്യൂസ് മാട്രിക്സ് ആൻഡ് ഫൈബേഴ്സ് ആണ്. അപ്പോൾ ഈ ബ്ലഡിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാട്രിക്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ സെൽസ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ ടിഷ്യൂ. അതായത് ബ്ലഡിലുള്ള കോശങ്ങളല്ല ദ മാട്രിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദേ ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സെൽസ് പ്രസൻറ്റ് ഔട്ട്സൈഡ് ദ ടിഷ്യൂ ആണ് എന്ന് നമുക്ക് പറയാം. ദെൻ കണക്റ്റീവ് ടിഷ്യൂവിൽ ബോൺ ആൻഡ് കാർട്ടിലേജ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലിഗമെന്റ് ആൻഡ് ടെൻഡൻ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഞാൻ നേരത്തെ പറഞ്ഞു ഏരിയോളാർ ആൻഡ് ആഡിപ്പോസ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഈസ് ഏരിയോളാർ ആൻഡ് ആഡിപ്പോസ്. ഏരിയോളാറിനെ നമ്മൾ ടിപ്പിക്കൽ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയും. ദേ ആർ സീൻ ബിനീത്ത് ദ സ്കിൻ എന്നും പറയും. ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ ഡെൻസ്ലി അറേഞ്ച്ഡ് ആണ്. ഫൈബേഴ്സ് ആൻഡ് ഫൈബ്രോബ്ലാസ്റ്റ് ആർ ഡെൻസ്ലി പാക്ഡ് ഓർ ഡെൻസ്ലി അറേഞ്ച്ഡ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. ഈ ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആക്ച്വലി രണ്ടായി നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡെൻസ് റെഗുലർ ആൻഡ് ഡെൻസ് ഇറഗുലർ എന്ന് പറയുന്നത്. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂവിൽ ദർ ഇസ് എ റെഗുലർ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഫൈബേഴ്സ്. ഫൈബേഴ്സും ഫൈബ്രോബ്ലാസ്റ്റും ഒരു നിശ്ചിത രൂപത്തിൽ അടുക്കി വെച്ചിരിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഡെൻസ് റെഗുലർ. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ നമുക്ക് രണ്ടായിട്ടാണ് ഉള്ളത്. ദാറ്റ് ഈസ് ലിഗമെന്റ്സ് ആൻഡ് ടെൻഡൻസ്. ഇവിടെ സാധാരണ ഒരു തെറ്റ് വരുത്തുന്നത് വെച്ചാൽ ലിഗമെന്റ്സ് കണക്ട് ബോൺ ടു ബോൺ ആൻഡ് ടെൻഡൻ കണക്ട് ബോൺ ടു മസിൽ. ഇത് പാർഷ്യലി ശരിയാണ്. എന്നാൽ ലിഗമെന്റ്സ് ആക്ച്വലി മെയിൻലി കണക്ട് ബോൺ ടു ബോൺ. എല്ലിനെ പ്രധാനമായും കണക്ട് ചെയ്യുന്നത് ലിഗമെന്റ്സ് ആണ്. ഇത് കൂടാതെ ലിഗമെന്റ് കണക്ട് ഓർഗൻ ടു ബോഡി വാൾ ഓർ ഓർഗൻ ടു ആൻ ഓർഗൻ. സീലിയറി ലിഗമെന്റ്, ഒവേറിയൻ ലിഗമെന്റ് ആർ ഓൾ എക്സാമ്പിൾസ്, റൈറ്റ്. ടെൻഡൻ അതുപോലെ മസിൽസിനെ എല്ലിലോട്ട് കണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ടെൻഡൻ. ഇവർ രണ്ടുപേരിലും the fibers and fibroblasts are arranged in a fixed manner. Dense irregular connective tissue എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നത് in the skinൽ കാണാം. Then you can see it in perichondrium and periosteum. കാർട്ടിലേജിന് ചുറ്റുമുള്ള ഔട്ടർ കവറിങ്ങിനെ പെരികോൺഡ്രിയം എന്നും ബോണിന് ചുറ്റുമുള്ള ഔട്ടർ കവറിങ്ങിനെ പെരിയോസ്റ്റിയം എന്നും പറയും. അവിടെയെല്ലാം യു ക്യാൻ സീ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. ക്ലിയർ അല്ലേ? ഓക്കെ. പിന്നീട് യു ഹാവ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ നമ്മൾ പറയുമ്പോൾ ബോൺ, കാർട്ടിലേജ് ആൻഡ് ബ്ലഡ്, ഇതാണ് സാധാരണ നമ്മൾ പറയുക. ഇതിൽ ബ്ലഡ് നമ്മൾ സാധാരണ കുറേ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സ് പഠിച്ചിട്ടുള്ളതാണ്. ബോണും കാർട്ടിലേജും പഠിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വി നീഡ് ടു നോ ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ബോൺ ആൻഡ് കാർട്ടിലേജ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ ബോൺ ആൻഡ് കാർട്ടിലേജ് ഇസ് ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്. ബോൺ എന്താ, കാർട്ടിലേജ് എന്താണെന്നുള്ള ആ ഒരു ബേസിക് ഡിഫറൻസ് ഈസ് റിക്വയർഡ്. Bone and cartilage. Bones are hard and non-pliable, whereas cartilages are hard and pliable. ബോണിൻ്റെ സ്ട്രെങ്ത് ഓഫ് ദ ബോൺ എന്ന് നമ്മൾ ആക്ച്വലി പറയുന്നത് ഇസ് ആക്ച്വലി ഡ്യൂ ടു, എന്തുകൊണ്ടാണ് ബോണിനെ നമ്മൾ സ്ട്രോങ് ബോൺസ് എന്ന് പറയുന്നത്? കാൽസ്യം ആൻഡ് കൊളാജൻ ഫൈബേഴ്സ്. കാൽസ്യം കൊളാജൻ ഉള്ളതുകൊണ്ട് ബോണിൻ്റെ സ്ട്രെങ്ത് ഹൈ ആണ് എന്ന് നമ്മൾ പറയും.
ആൻഡ് കാർട്ടിലേജ് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ദേ ആർ വാസ്കുലാർ. അത് റിലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. ഫോർ എക്സാമ്പിൾ, കാർട്ടിലേജ് ടേക്സ് ലോങ്ങർ ഡ്യൂറേഷൻ ടു ഹീൽ. വൂണ്ട്സ് ഓൺ കാർട്ടിലേജ് ടേക്സ് ലോങ്ങർ ഡ്യൂറേഷൻ ടു ഹീൽ. വൈ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ വരാം. അതിന്റെ കാരണം നമുക്ക് എന്താ പറയാൻ പറ്റുക? കാർട്ടിലേജ് ടേക്സ് ലോങ്ങർ ഡ്യൂറേഷൻ ടു ഹീൽ ബിക്കോസ് ഹീലിംഗ് ഫാക്ടേഴ്സ്, ബ്ലഡിലൂടെയാണ് വൂണ്ടിലേക്ക് എത്തുന്നത്. ഇവിടെ ഹീലിംഗ് ഫാക്ടേഴ്സ് ഇല്ല. അപ്പോൾ കാർട്ടിലേജ് ടേക്സ് ലോങ്ങർ ഡ്യൂറേഷൻ ടു ഹീൽ എന്ന് നമുക്ക് പറയാം. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ ഡിഫറൻസസ് നമ്മൾ അറിഞ്ഞിട്ട് ഉണ്ടായിരിക്കണം. ക്ലിയർ? കാർട്ടിലേജിലുള്ള പ്രോട്ടീൻ കോൺട്രിൻ ആണ്, ബോണിലുള്ള പ്രോട്ടീൻ ഈസ് ഓസിൻ എന്ന് പറയുന്നത്. പിന്നീടുള്ള രണ്ട് ടിഷ്യൂസ് എന്ന് നമ്മൾ പറയുന്നത് മസിൽസ് ആൻഡ് നെർവ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി മസ്കുലാർ ടിഷ്യൂല്, ലോക്കോമോഷനിലും ന്യൂറൽ ടിഷ്യൂവിലും നമ്മൾ ഒരുവിധം കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ബേസിക് പ്രിലിമിനറി ഇൻഫർമേഷൻ ഇവിടെ അറിഞ്ഞിരിക്കുക. മോർഫോളജി പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ് കോക്രോച്ച് ആൻഡ് ഫ്രോഗ്. അപ്പോൾ അതിൽ ഇപ്പോൾ പുതുതായി ആഡ് ചെയ്തിട്ടുള്ള ഫ്രോഗാണ്. അപ്പോൾ ഫ്രോഗിനെ നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്രോഗിനുള്ള ഒരുവിധം എല്ലാ സിസ്റ്റംസും മനുഷ്യനുള്ള സിസ്റ്റം തന്നെയാണ്. ബിക്കോസ് വി ബോത്ത് ആർ കോഡേറ്റ്സ്, വി ബോത്ത് ആർ ടെട്രാപോഡ്സ്. അപ്പം നമുക്ക് കുറേ ക്യാരക്ടേഴ്സ് സിമിലർ ആണ്. എന്നാൽ ഫ്രോഗിന് സ്പെസിഫിക് ആയിട്ടുള്ള ക്യാരക്ടർ എന്താണോ അത് ഒരു പോയിന്റ് രൂപത്തിൽ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കത് ഓർക്കാൻ എളുപ്പമാണ്. ഫോർ എക്സാമ്പിൾ, ഫ്രോഗ്സ് ആർ ആംഫീബിയസ്, കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്നതാണ്. ദേ ലേ ദർ എഗ്സ് ഓൺലി ഇൻ വാട്ടർ ഓർ വാട്ടറി മീഡിയം. അവരുടെ സ്കിന്നിൽ സ്കെയിൽസ് ഇല്ല എന്ന് നമ്മൾ പറയുന്നു. ഇതൊക്കെ ക്വസ്റ്റ്യൻ പോയിന്റ്സ് ആണ്. സ്കെയിൽസ് ആർ ആബ്സെന്റ്. ഫ്രോഗ് ഷോസ് സെക്ഷുവൽ ഡൈമോർഫിസം. ആൺ തവളേനെയും പെൺ തവളേനെയും കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഫ്രോഗ് ഷോസ് സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറഞ്ഞാൽ മെയിൽസ് ആർ സ്മോളർ, മെയിൽസ് ഹാവ് വോക്കൽ സാക്സ് ക്രോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രോക്കിംഗ് സൗണ്ട് ടു അട്രാക്ട് ദ ഫീമെയിൽ. ദെൻ ദേ ഹാവ് നപ്ഷൽ പാഡ് അല്ലെങ്കിൽ കോപ്പുലേറ്ററി പാഡ്, അതും അല്ലെങ്കിൽ ആംപ്ലക്സറി പാഡ് എന്ന് പറയും. ക്ലിയർ? മെയിൽസിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആർ ഫ്യൂസ്ഡ് എന്ന് പറയും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ദേ ഹാവ് ക്ലോവാക്കൽ ഓപ്പണിംഗ്. പുതിയ വാക്കുകളായിരിക്കും, പക്ഷെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ക്ലോവാക്കൽ ഓപ്പണിംഗ്, ഇറ്റ് ഈസ് ആക്ച്വലി ദ കോമൺ ഓപ്പണിംഗ് ഫോർ യൂറിനറി, റീപ്രൊഡക്റ്റീവ് ആൻഡ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അതിനാണ് ക്ലോവാക്ക എന്ന് പറയുന്നത്. ആൻഡ് ദ ഓപ്പണിംഗ് ഇസ് കോൾഡ് ക്ലോവാക്കൽ ഓപ്പണിംഗ്. അത് ഫ്രോഗിൻ്റെ ഒരു ക്യാരക്ടറാണ്. ഫ്രോഗിന് മറ്റൊരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ നിങ്ങൾ ഓർക്കേണ്ടത് സലൈവറി ഗ്ലാൻസ് ഇല്ല എന്നുള്ളതാണ്. സലൈവറി ഗ്ലാൻസ് ആർ ആബ്സെൻറ്റ്. അതുപോലെ ആബ്സെൻ്റ് ആയിട്ടുള്ളതാണ് നെക്കും ടെയിലും. റൈറ്റ്? അന്യൂറ എന്നാണ് നമ്മൾ പറയുക, ടെയിൽലെസ് ആംഫീബിയൻ. നെക്ക് ഇസ് ആബ്സെൻറ്റ്. കഴുത്തില്ലാത്തതുകൊണ്ട് അവരുടെ ആ ഒരു സ്ട്രീം ലൈൻനെസ് കുറേ കൂടി എഫക്റ്റീവ് ആയിരിക്കും. സ്വിമ്മിങ്ങിനൊക്കെ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നെക്ക് ഇസ് ആബ്സെൻറ്റ് എന്ന് നമുക്ക് പറയാം ഫ്രോഗ്സിനെ സംബന്ധിച്ചിടത്തോളം. റൈറ്റ്? പിന്നീട് നമ്മൾ ഫ്രോഗിൽ പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഐലിഡ്സ്. ആനിമൽ കിങ്ഡത്തിൽ ആദ്യമായി ഐലിഡ്സ് വരുന്ന ആംഫീബിയൻസിനാണ്. പക്ഷെ ഫ്രോഗിൻ്റെ ലോവർ ഐലിഡ് ഈസ് മൂവബിൾ, അപ്പർ ഐലിഡ് ഈസ് ഇമ്മൂവബിൾ എന്ന് പറയും. ദെൻ ഫ്രോഗിൻ്റെ സ്കള്ള് ഡൈകോണ്ടലിക് സ്കള്ളാണ്. ഡൈകോണ്ടലിക് എന്ന് പറഞ്ഞാൽ 2 ഓസിപിറ്റൽ കോണ്ടൈൽസും ഉണ്ട്. 2 മുഴകൾ അടിയിലുള്ളതാണ് ഡൈകോണ്ടലിക് സ്കൾ എന്ന് നമ്മൾ പറയുന്നത്. ടങ് 2ആയി സ്പ്ലിറ്റ് ആയിട്ടിരിക്കുന്നതാണ്, ബൈഫിഡ് ടങ്. ഫ്രോഗിന് സാധാരണ നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രോഗ് കാർണിവോർ ആണോ ഓംനിവോർ ആണോ എന്നുള്ളത്. ഫ്രോഗ് ഈസ് ഡെഫിനറ്റ്ലി എ കാർണിവോർ. ദേ ഫീഡ് ഓൺ ഇൻസെക്ട്സ്. അപ്പോൾ ഫ്രോഗ് ഇൻസെക്ടിവോറും ആണ്. ഓൾ ഇൻസെക്ടിവോർസ് ആർ കാർണിവോർസ്. പക്ഷേ സാധാരണ ഒരു ചിലപ്പോൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വരും, എലിമെൻ്ററി കനാൽ ഓഫ് ഫ്രോഗ് ഈസ് ഷോർട്ടർ. എലിമെൻ്ററി കനാൽ, ഫ്രോഗിൻ്റെ എലിമെൻ്ററി കനാൽ കമ്പയർഡ് ടു എ ഹെർബിവോർ ഈസ് ഷോർട്ട് ബിക്കോസ് കാർണിവോഴ്സിൻ്റെ എലിമെൻ്ററി കനാൽ ഹെർബിവോറുമായി കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്. കാരണം ദർ ഇസ് നോ നീഡ് ഫോർ സെല്ലുലോസ് ഡൈജഷൻ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കാണുകയാണ് ഫ്രോഗിൻ്റെ എലിമെൻ്ററി കനാൽ ഇസ് ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ബിക്കോസ് ദേ ആർ എ കാർണിവോർ എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. എക്സ്റ്റേണൽ ഇയേഴ്സ് നമുക്കുള്ള പോലെ പിന്ന ഇല്ല, അതിന് പകരം ദേ ഹാവ് ടിംപാനം ആണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഫ്രോഗിന് മിഡിൽ ഇയർ ആൻഡ് ഇന്നർ ഇയർ ഇസ് പ്രസന്റ്. ഇയർ ഇസ് എ സ്റ്റാറ്റോ അക്വസ്റ്റിക് ഓർഗൻ. സ്റ്റാറ്റോ മീൻസ് ബാലൻസ്, അക്വസ്റ്റിക് മീൻസ് സൗണ്ട്. അപ്പോൾ ചെവി സൗണ്ടും ബാലൻസും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗൻ ആണ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ? പല്ലുണ്ട്. പല്ല് സീൻ ഓൺലി ഓൺ ദി അപ്പർ ജോയിൽ മാത്രമാണ് ടീത്ത് ഉള്ളത്. Teeth are present only on the upper jaw.
ടീത്തിനെ സാധാരണ നമ്മൾ ബുക്കിൽ ഇല്ലെങ്കിലും നമ്മൾ പറയും ഹോമോഡോണ്ട്, എല്ലാ പല്ലും ഒരുപോലെ. പോളിഫയോഡോണ്ട്, ഒരെണ്ണം വീണ് പോയാൽ എത്ര എണ്ണം വേണമെങ്കിലും പുതിയത് മുളച്ചു വരും. Then we say that they are acrodont. Teeth are directly attached to the jawbone, not in sockets എന്ന് പറയുന്നത്. ക്ലിയർ? ആക്ച്വലി ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ നമുക്കുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം തന്നെയാണ്. ഈസോഫാഗസ്, ഫാരിങ്സ്, സ്റ്റൊമക്ക്, ഇൻഡസ്റ്റൈൻ, റെക്റ്റം എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ റെക്റ്റം ഓപ്പൺസ് ഇൻ ടു ദ ക്ലോആക്കയാണ്. ക്ലിയർ? ഫ്രോഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, അവരുടെ റെസ്പിറേഷനും ഹാർട്ടൊക്കെയാണ്. റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ പല സ്ഥലത്തും ജീവിക്കും, അതുകൊണ്ട് അവർക്ക് പല റെസ്പിറേറ്ററി മോഡ് ഉണ്ട്. സ്കിൻ ഇൻ വാട്ടർ, അപ്പോൾ വെള്ളത്തിലുള്ള സമയത്ത് ദേ ഷോ ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ്. കരയിലുള്ള സമയത്ത് ദേ റെസ്പയർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലങ് ഓർ ബക്കൽ ക്യാവിറ്റി. ഇനി ഇതൊന്നും പോരാണ്ട് ഇവരുടെ ലാർവൽ സ്റ്റേജിൽ, ദാറ്റ്സ് ടാഡ്പോൾ, അവരുടെ ബ്രീത്തിങ് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ് ആണ്. ടാഡ്പോളിലെ റെസ്പിറേഷൻ ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഗിൽസ് ആണ് അവർ റെസ്പിറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവർക്കൊരു പ്രോപ്പർട്ടി ഉള്ളതാണ് ഹൈബർനേഷൻ ആൻഡ് ഈസ്റ്റിവേഷൻ എന്ന് പറയും. ഹൈബർനേഷൻ ആൻഡ് ഈസ്റ്റിവേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിന്റർ സ്ലീപ്പ് ആൻഡ് സമ്മർ സ്ലീപ്പ് എന്നാണ്. ഈ സമയത്ത് അവരുടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കിന്നാണ്. റൈറ്റ്? സ്കിൻ വെച്ചിട്ടാണ് ആ ഒരു പീരീഡിൽ ഇവരുടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. പിന്നെ നമ്മൾ ഇനി നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ, നമുക്കറിയാം ഈ ഫ്രോഗിന് നമ്മൾ കാണുന്ന ചില ക്യാരക്ടേഴ്സ്, ലൈക്ക് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, അതുപോലെ ഹാർട്ട്, സർക്കുലേറ്ററി സിസ്റ്റം, ഇതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഹാർട്ട് 3 ചേമ്പേർഡാണ്, 2 അപ്പർ ചേമ്പർ, 1 ലോവർ ചേമ്പർ. അപ്പം നിങ്ങൾക്ക് അറിയാം 3 ചേമ്പറുള്ള ജീവികളുടെ ടൈപ്പ് ഓഫ് സർക്കുലേഷൻ നമ്മൾ എന്താ പറയുക? ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ. ഇത് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ, ഇത് വീണ്ടും ചില പഴയ ബുക്കൊക്കെ യൂസ് ചെയ്യുമ്പോൾ NCERT-യിൽ ചെറിയൊരു എററുണ്ട്. ദേ ഷോ സിംഗിൾ സർക്കുലേഷൻ, ദേ ഡോണ്ട് ഷോ സിംഗിൾ സർക്കുലേഷൻ, ദേ ഷോ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ ആണ്. എന്ന് വെച്ചാൽ ദർ ഇസ് മിക്സിംഗ് ഓഫ് ഓക്സിനേറ്റഡ് ആൻഡ് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഹാപ്പനിങ് ഇൻ ദ ലോവർ ചേംബർ എന്ന് പറയാം. പിന്നെ നമ്മൾ 2 വാക്കുകൾ ഈ ഫ്രോഗ് പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിലൊക്കെ എടുത്തപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും 2 ടേംസ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അതിലൊന്നാണ് സൈനസ് വീനോസസ്. നമ്മൾ സാധാരണ ഡെഫിനേഷൻ പറയുമ്പോൾ എങ്ങനെയാ പറയുക? ട്രയാങ്കുലാർ സാക്ക് ലൈക്ക് സ്ട്രക്ചർ വിച്ച് റിസീവ്സ് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി ആൻഡ് ഓപ്പൺസ് ഇൻ ടു ദ റൈറ്റ് ഏട്രിയം. ദേ ആർ സീൻ ഓൺ ദ, നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതൊക്കെയാണ്, ഡോഴ്സൽ സൈഡിലാണ് കാണുക. റൈറ്റ്? കാരണം എന്താ വെച്ചാൽ ഇത് ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയി വന്നിട്ട് വെൻട്രൽ സൈഡ് എന്ന് പറഞ്ഞ് വന്നാൽ തെറ്റാന്ന് പറയാൻ പറ്റണം. അതുപോലെ ഒരു വാക്കാണ് ട്രങ്കസ് ആർട്ടീരിയോസിസ്. ഇതിൽ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു പേരും കൂടി ഉണ്ട്, ദാറ്റ് ഈസ് കോണസ് ആർട്ടീരിയോസിസ്. അപ്പോൾ സൈനസ് വീനോസിസ് ഉള്ള പോലെ തന്നെ ദർ ഇസ് എ ബൾജ്ഡ് പോർഷൻ. പക്ഷെ ഇത് കാണുന്നത് ഓൺ ദ വെൻട്രൽ സൈഡിലാണ്. ആൻഡ് ഇത് സപ്ലൈ ബ്ലഡ് ടു ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ബോഡി. അപ്പോൾ ദിസ് ഇസ് സീൻ ഓൺ ദ വെൻട്രൽ സൈഡ്. ഇതൊന്ന് അറിഞ്ഞിരിക്കണം, ഇത് ഫ്രോഗിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ ഫ്രോഗിൽ നിങ്ങൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ മെയിൽ ഫ്രോഗ്സിലെ ഒരു പ്രത്യേകത ഓർക്കണം. മെയിൽ ഫ്രോഗ്സിലെ ഒരു പ്രത്യേകത എന്ന് നമ്മൾ പറയുന്നത്, ഇൻ ദ കേസ് ഓഫ് മെയിൽ ഫ്രോഗ്, സ്പേംസ് ടെസ്റ്റിസിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റിസിൽ നിന്ന് ഇറ്റ് ഗോസ് ടു വാസ ഇഫറൻഷ്യ. വാസ ഇഫറൻഷ്യ ഒരു 10 മുതൽ 12 വരെ എണ്ണം ഉണ്ടാവും. വാസ ഇഫറൻഷ്യയിൽ നിന്ന് അടുത്ത പോയിന്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ വാക്കുകളൊക്കെ നമ്മളെ കൺഫ്യൂസ് ചെയ്യും. കാരണം ഈ വാസ ഇഫറൻഷ്യ മനുഷ്യനുണ്ട്, പക്ഷെ മനുഷ്യനുള്ള വാസ ഇഫറൻഷ്യയുമായിട്ട് ഫ്രോഗിനുള്ള വാസ ഇഫറൻഷ്യക്ക് ഒരു ബന്ധവുമില്ല. ഇവിടെ വാസ ഇഫറൻഷ്യ ഓപ്പൺസ് ഇൻ ടു കിഡ്നിയാണ്. അപ്പൊ സ്പേംസ് ടെസ്റ്റിസിൽ നിന്ന് കിഡ്നിയിലോട്ടാണ് റിലീസ് ചെയ്യുന്നത്. ആൻഡ് കിഡ്നിയിൽ നിന്ന് സ്പേംസ് പോകുന്നത് കളക്ട് ചെയ്ത് പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ട് ദർ ഇസ് എ ഡക്ട് കോൾഡ് ബിഡേഴ്സ് കനാൽ എന്ന് പറയും. ഈ ബിഡേഴ്സ് കനാല് പിന്നീട് പോയി തുറക്കുന്നത്, ഇറ്റ് ഓപ്പൺസ് ഇൻ ടു, ബിഡേഴ്സ് കനാൽ ഓപ്പൺസ് ഇൻ ടു എങ്ങടെ തുറക്കുക? യൂറീറ്ററിലേക്ക് തുറക്കും. ബിഡേഴ്സ് കനാൽ യൂറീറ്ററിലേക്ക് തുറന്നു കഴിഞ്ഞാൽ ഈ ബിഡേഴ്സ് യൂറീറ്റർ പിന്നെ നമ്മൾ വിളിക്കുക കോമൺ യൂറിനോ ജനൈറ്റൽ ഡക്ട് എന്ന് വിളിക്കും. ഇത് എങ്ങടെ തുറക്കുക?
ക്ലോആക്കയിലേക്ക് തുറക്കും. ക്ലോആക്ക ഓപ്പൺസ് ഇൻ ടു വാട്ടർ. സി, ഇത് ചിലപ്പോൾ ഒരു സീക്വൻസ് ആയിട്ട് തന്നിട്ട് ദ പാത്ത് ഓഫ് സ്പേമിന്റെ ട്രാൻസ്ഫർ പാത്ത് വേ നമ്മളോട് ചോദിക്കാം. അതുപോലെ തന്നെ ടെസ്റ്റിസും കിഡ്നിയും ഫ്യൂസ്ഡ് ആണ്. ടെസ്റ്റിസും കിഡ്നിയും ഫ്യൂസ് ചെയ്തിരിക്കുന്ന വിത്ത് ദ ഹെൽപ്പ് ഓഫ് മിസ് ഓർക്കിയം എന്ന് പറയുന്ന പെരിട്ടോണിയൽ ഫോൾഡ് കൊണ്ടാണ് ടെസ്റ്റിസ് ആൻഡ് കിഡ്നി ആർ ഫ്യൂസ്ഡ്. അപ്പോൾ ആ വാക്കുകളൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദീസ് വേർഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ഫ്രോഗിനെ കുറിച്ച് പഠിക്കുമ്പോൾ. അപ്പോൾ ഫ്രോഗ് നമ്മൾ പഠിക്കുന്ന സമയത്ത് വളരെ സ്പെസിഫിക് ആയിട്ട് ഡിഫറൻസ് ഓഫ് ഫ്രോഗ് അത് മാത്രമാണ് നമ്മൾ, അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓഫ് ഫ്രോഗ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റൈറ്റ്? ക്രേനിയൽ നെർവ്സിൻ്റെ നമ്പർ ഇതെല്ലാം കുറേയൊക്കെ നമ്മൾ കോർഡിനേറ്റയിൽ പഠിച്ചിട്ടുള്ളതാണ്. ക്രേനിയൽ നെർവ്സ് 10 ഇൻ നമ്പർ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് 12 pairs ഓഫ് ക്രേനിയൽ നെർവ്സ്. അതുപോലെ എക്സ്ക്രീഷൻ പറയുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? ഫ്രോഗ്സിന്റെ അഡൾട്ട് എക്സ്ക്രീറ്റ് യൂറിയ, എന്നാൽ അതിന്റെ ലാർവേ വിൽ എക്സ്ക്രീറ്റ് അമോണിയ. അഡൾട്ട് എക്സ്ക്രീറ്റ് യൂറിയ, ലാർവേ എക്സ്ക്രീറ്റ് അമോണിയ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം ആണ് ഫ്രോഗിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഫ്രോഗ് നിങ്ങൾക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവുന്നത് ചില ആൾക്കാർ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാവില്ല. ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ആ ഫ്രോഗിലെ എക്സ്ക്ലൂസീവ് ക്യാരക്ടേഴ്സ് മാത്രം ഒന്ന് നിങ്ങൾ പഠിച്ചെടുക്കുക കേട്ടോ. ബാക്കി നിങ്ങൾ ഓൾറെഡി കോർഡേറ്റ പഠിച്ചു കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ ആംഫിബിയൻ ക്യാരക്ടർ പഠിച്ചിട്ടില്ലേ. ഇനി നമുക്ക് നമ്മൾ സ്കൂളിലും പഠിച്ചു ഇവിടെയും പഠിച്ച ഒരു സാധനമാണ് കോക്രോച്ച്. കോക്രോച്ച് ഞാൻ ഒരുപാട് എലാബറേറ്റ് ചെയ്യുന്നില്ല. എന്നിരുന്നാലും കോക്രോച്ചിൽ ചില സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ലെവലിൽ എന്നുള്ള അർത്ഥത്തിലല്ല, സ്ഥിരം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ. അതെന്തൊക്കെയാ പറയുക? ഒന്ന് നമുക്ക് പറയാം ആർത്രോഡിയൽ മെംബ്രെയിൻ. ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ് ആർത്രോഡിയൽ മെംബ്രെയിൻ. NCERT നമ്മൾ സ്ഥിരം ചോദിക്കുന്നതാണ്. അതായത് സ്ക്ലീറൈറ്റ്സ് ആർ ജോയിൻഡ് ടുഗെദർ ബൈ ആർത്രോഡിയൽ മെംബ്രെയിൻ. പിന്നെ കോക്രോച്ചിന്റെ ഇഷ്ടപ്പെട്ട ഒരു അവയവമാണ് വിങ്സ്. ഫോർ വിങ്സ്, ഹൈൻഡ് വിങ്സ്, എലൈട്ര, മീസോതൊറാസിക് വിങ്സ്, പ്രൊട്ടക്ഷൻ, ബാലൻസിങ്. ഹൈൻഡ് വിങ്സിലേക്ക് വരുമ്പോൾ നമുക്ക് വേറെ പേരൊന്നുമില്ല, മെറ്റാതൊറാസിക് വിങ്സ് ആണ്. മെംബ്രെയിനസ്, ദേ ആർ യൂസ് ഫോർ ഫ്ലൈറ്റ്. അപ്പോൾ വിങ്സ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഹെഡ് റീജിയൻ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കണ്ണ്, ഒമാറ്റീഡിയ, മൊസൈക് വിഷൻ, കോമ്പൗണ്ടായി, ഒമാറ്റീഡിയ, മൊസൈക് വിഷൻ, ഇങ്ങനെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. അല്ലാതെ പെയർ ഓഫ് ഐസ് ആ കോമ്പൗണ്ട് ഐസ് അങ്ങനെയല്ല. കോമ്പൗണ്ട് ഐസ്, ഒമാറ്റീഡിയ, മൊസൈക് വിഷൻ. മൊസൈക് വിഷൻ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ വീണ്ടും അറിയേണ്ട കാര്യം എന്താ? മോർ സെൻസിറ്റീവ്, ലെസ് ക്ലാരിറ്റി, അല്ലെങ്കിൽ ലെസ് റെസൊല്യൂഷൻ ബട്ട് ഹാവിങ് മോർ ക്ലാരിറ്റി എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? പിന്നീട് നമുക്ക് കാണാവുന്ന ഒരു ഭാഗം എന്താ വെച്ച് കഴിഞ്ഞാൽ കോക്രോച്ചിൻ്റെ നമ്മൾ ആൻറ്റിനെ നമ്മൾ പറയാം ആൻറ്റിനയിൽ വലിയൊരു ചോദ്യങ്ങൾ വരാനില്ല, ഓസിലസിൽ വലിയൊരു ചോദ്യം വരാനില്ല. പക്ഷെ മൗത്ത് പാർട്ടിൽ വരുമ്പോൾ കട്ടിങ് ആൻഡ് ഗ്രൈൻഡിങ്, മാൻഡിബിൾ എന്ന് പറയുന്നത് ചില സമയത്ത് ക്വസ്റ്റ്യൻ വരാം. മൗത്ത് പാർട്സ് നമ്മൾ NCERT പടത്തിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരും. ഫോർ എക്സാമ്പിൾ, ഏതൊക്കെ ഭാഗങ്ങളാണ് പെയർഡ് ആയിട്ടുള്ളത്, ഏതൊക്കെ ഭാഗങ്ങളാണ് അൺപെയർഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ടങ് ഓഫ് കോക്രോച്ചിന് നമ്മൾ എന്ത് പറയും എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. മൗത്ത് പാർട്സിൽ അങ്ങനെയേ വരാൻ സാധ്യതയുള്ളൂ. പിന്നീട് നമ്മൾ കോക്രോച്ചിൻ്റെ ഒരു ഫേവറേറ്റ് ഭാഗമാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. അപ്പോൾ NCERT ആ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പടം തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അതിൽ തന്നെ ചില ആൾക്കാർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഹെപ്പാറ്റിക് CK. ഹെപ്പാറ്റിക് CK നമുക്കറിയാം എവിടെയാണ് കാണുന്നത്? സീൻ അറ്റ് ദ ജംഗ്ഷൻ ഓഫ് ഫോർഗട്ട് ആൻഡ് മിഡ്ഗട്ട്. ഫോർഗട്ടിൻ്റെയും മിഡ്ഗട്ടിൻ്റെ ഇടയിൽ 6 മുതൽ 8 വരെ ഫിംഗർ ഷേപ്ഡ് പ്രൊജക്ഷൻസ് ആർ ദെയർ. ആ ഫിംഗർ ഷേപ്ഡ് പ്രൊജക്ഷൻസിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെപ്പാറ്റിക് CK എന്ന് പറയുന്നത്. അവരുടെ ഫങ്ഷൻ ഈസ് സെക്രീഷൻ ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ദഹന രസങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഫങ്ഷൻ എന്ന് പറയാം. പിന്നീട് നിങ്ങൾ കാണാം മാൽപീജിയൻ ട്യൂബിൾ. എക്സ്ക്രീഷനും വരുന്ന ഭാഗമാണ് മാൽപീജിയൻ ട്യൂബ്യൂൾ. മാൽപീജിയൻ ട്യൂബിളിന്റെ ലൊക്കേഷൻ ഓപ്പൺസ് ഇൻ ടു ദ ഇലിയം. മാൽപീജിയൻ ട്യൂബിൾസ് ആർ ഗ്ലാൻഡുലാർ ആൻഡ് സീലിയേറ്റഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഗ്ലാൻഡുലാർ ആൻഡ് സീലിയേറ്റഡ് ആണ് എന്നുള്ളത്. പിന്നെ നമുക്കറിയാം ക്രോപ്പ്, ഗിസാർഡ്. ഗിസാർഡിന്റെ ഫങ്ഷൻ ഗ്രൈൻഡിങ്, ക്രോപ്പിന്റെ ഫങ്ഷൻ സ്റ്റോറേജ്. NCERT ബുക്കിൽ ഒരു പടം ബേസ്ഡ് ക്വസ്റ്റൻ ആണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ക്വസ്റ്റൻ ആണ് സലൈവറി ഗ്ലാൻസ്. സലൈവറി ഗ്ലാൻസ് പ്രൊഡ്യൂസ് സലൈവ.
സലൈവ സ്റ്റോർഡ് ഇൻ സലൈവറി റിസെപ്റ്റാക്കിൾ. റിസെപ്റ്റാക്കിൾ എന്ന് പറഞ്ഞാൽ സലൈവ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ആ പടം നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ, NCERT-യിൽ കോക്രോച്ചിൻ്റെ പടം നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ സാറിന് വരുന്നൊരു കൺഫ്യൂഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്ര സലൈവറി ഗ്ലാൻസ് ഉണ്ട് കോക്രോച്ചിന്? കോക്രോച്ച് ഹാസ് ഓൺലി 1 pair of salivary glands. നമ്മൾ ആ പടത്തിൽ കാണുമ്പോൾ അത് സ്പ്ലിറ്റ് ആയിട്ട് ഇരിക്കുക നമുക്ക് തോന്നിയാലും ദേ ഹാവ് ഓൺലി 1 pair of salivary glands ആണ്. ഇത് നമ്മൾ ഓർത്തിരിക്കണം, ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ കാണുന്നത് എക്സ്ക്രീഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ അറിയേണ്ട 3 വാക്കുകളുണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ദാറ്റ് ഈസ് നെഫ്രോസൈറ്റ്സ്, യൂറിക്കോസ് ഗ്ലാൻഡ്സ്, പിന്നീടുള്ള തേർഡ് പാർട്ട് ഈസ് ഫാറ്റ് ബോഡീസ്. ഇത് 3 ആൾക്കാരും ഹെൽപ്സ് ഇൻ എക്സ്ക്രീഷൻ. മാൽപിജൻ ട്യൂബുകൾ ആണെങ്കിലും ഇവരുടെ പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ കളക്ട് നൈട്രോജനസ് വേസ്റ്റ് ടു ദ റീജിയൻ ഓഫ് മാൽപിജൻ ട്യൂബുകൾ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൈട്രോജനസ് വേസ്റ്റിനെ മാൽപിജൻ ട്യൂബുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇസ് എൻ ആക്ടിവിറ്റി ഓഫ് നെഫ്രോസൈറ്റ്സ്, യൂറിക്കോസ് ഗ്ലാൻഡ് ആൻഡ് ഫാറ്റ് ബോഡീസ്. അപ്പോൾ അത് നമ്മൾ ഓർത്തിരിക്കണം. ഇതും എക്സ്ക്രീഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഹാർട്ടിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 13 ചേമ്പേർഡ്. ഹാർട്ട് ഈസ് ഡോഴ്സൽ. ഹാർട്ടിൻ്റെ ഉള്ളിലേക്ക് ബ്ലഡ് കയറുന്ന ഓപ്പണിംഗ് ഓസ്റ്റിയ. ഓസ്റ്റിയയിലൂടെ കയറി കഴിഞ്ഞാൽ ആൻറ്റീരിയർ പോർഷനിലുള്ള ആൻറ്റീരിയർ അയോട്ട വഴി തിരിച്ച് ബോഡി ക്യാവിറ്റിയിലേക്ക് റിലീസ് ചെയ്യും. അപ്പോൾ ഓസ്റ്റിയ, ആൻറ്റീരിയർ അയോട്ട. ട്യൂബുലാർ ഹാർട്ട് ഡോഴ്സൽ ഇൻ പൊസിഷൻ. ബീറ്റിംഗ് ഓഫ് ദ ഹാർട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ദർ ആർ സർട്ടൻ മസിൽസ്. ആ മസിൽസിനെ നമുക്ക് പറയാവുന്നതാണ് അല്ലറി മസിൽസ് എന്ന് പറയും. അല്ലറി മസിൽസ് ഹെൽപ്സ് ഇൻ ഹാർട്ടിൻ്റെ ബീറ്റിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽസാണ്. റെസ്പിറേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ട്രക്കിയൽ ട്യൂബ്സ് ആണ്. ട്രക്കിയൽ ട്യൂബ്സ് നമുക്ക് മൂക്കിന് ഓട്ടയുള്ള പോലെ പുറത്തേക്കുള്ള ഓപ്പണിംഗ് ആർ കോൾഡ് സ്പൈറക്കിൾസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എത്ര സ്പൈറക്കിൾസ്? 2 on the thorax and 8 on the abdomen. 10 pairs of spiracles ആണുള്ളത്. 2 on the thorax and 8 on the abdomen എന്ന് പറയും. അത് ഓർത്തിരിക്കണം. ദെൻ ഇവിടെ സർക്കുലേഷൻ ആണെങ്കിലും റെസ്പിറേഷൻ ആണെങ്കിലും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബ്ലഡ് ഹാവ് നോ റോൾ ഇൻ ട്രാൻസ്പോർട്ട് ഓർ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ്. ഗ്യാസ് എക്സ്ചേഞ്ച് ഡയറക്റ്റ് ആയിട്ട് നടക്കുന്ന ബൈ മെക്കാനിസം ഓഫ് ഡിഫ്യൂഷൻ. ഇവരിൽ ബ്ലഡിന് ഹാസ് നോ റോൾ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അതും ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ജനറലി ഓർത്തിരിക്കുക. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഫേവേർഡ് ഭാഗമാണ് നമ്മൾ പറയുന്ന റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങൾക്ക് അറിയാം, അതിൽ ചില കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ആക്സസറി ഗ്ലാൻഡ്സ് ദാറ്റ് ഹെൽപ്സ് ഇൻ റീപ്രൊഡക്ഷൻ. മെയിൽസിൻ്റെ ആക്സസറി ഗ്ലാൻഡ്സ് ആർ ഫാലിക് ഗ്ലാൻഡ് ആൻഡ് മഷ്റൂം ഗ്ലാൻഡ്. ഈ 2 ഗ്ലാൻഡ്സും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ സ്പേംസിനെ സ്പേം ബണ്ടിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. സ്പേം ബണ്ടിൽസിന് പറയുന്ന പേര് സ്പെർമാറ്റോഫോർ. പിന്നീട് ഒരു ഭാഗമുണ്ട് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമ്മളധികം ശ്രദ്ധിക്കാതെ വിടുന്ന ഒരു ഭാഗമാണ് സെമിനൽ വെസിക്കിൾ. കോക്രോച്ച് ആണ്. മനുഷ്യന്റെ സെമിനൽ വെസിക്കിളാണ് നമ്മുടെ മനസ്സിലോട്ട് വരിക. കോക്രോച്ചിൽ സെമിനൽ വെസിക്കിൾ ഹെൽപ്സ് ഇൻ സ്റ്റോറേജ് ഓഫ് സ്പേംസ്. സെമിനൽ വെസിക്കിൾസിലാണ് സ്പേംസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് ഇൻ ദ കേസ് ഓഫ് എ മെയിൽ കോക്രോച്ച്. അപ്പൊ ഇതിനോട് റിലേറ്റ് ചെയ്തിട്ട് നമ്മളൊരു വാക്ക് പഠിക്കുന്നതാണ് സ്പെർമാത്തിക്ക. ഇത് സെമിനൽ വെസിക്കിൾ കാണുന്നത് മെയിൽസിലാണെങ്കിൽ സ്പെർമാത്തിക്ക ഇസ് സീൻ ഇൻ ഫീമെയിൽ. ഇവിടെ കോമൺ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താ? സ്റ്റോറേജ് ഓഫ് സ്പേം ആണ്. ആൺപാറ്റ പെൺപാറ്റയുടെ ബോഡിയിലേക്ക് സ്പേംസിനെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ആ സ്പേം തൽക്കാലം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇൻ ദ സ്പെർമാത്തിക്കയിലാണ്. മെയിൽസിൽ സ്പേംസ് ആർ സ്റ്റോർഡ് ഇൻ സെമിനൽ വെസിക്കിൾ. ഇത് ഓർത്തിരിക്കണം. ഫീമെയിൽസിൽ ഇതുപോലെ ആക്സസറി ഗ്ലാൻഡ് ഉണ്ട്. അത് വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. കാരണം മെയിൽസിന് ഇല്ലാത്തത് എന്താന്നൊക്കെ ചോദിച്ചിട്ട് കൊളാറ്റീരിയൽ ഗ്ലാൻഡ്. ഫീമെയിൽസിനുള്ള ഒരു ആക്സസറി ഗ്ലാൻഡാണ് കൊളാറ്റീരിയൽ ഗ്ലാൻഡ്. കൊളാറ്റീരിയൽ ഗ്ലാൻഡിന്റെ സെക്രീഷൻ ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഊത്തിക്ക. ഊത്തിക്ക എന്ന് പറഞ്ഞാൽ മുട്ടത്തോട്, എഗ് കേസ്. ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന്റെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിന് ചുറ്റും ഒരു കവറിങ് ഉണ്ടാക്കും. ദാറ്റ് ഇസ് കോൾഡ് ഊത്തിക്ക. ഒരു ഊത്തിക്കയുടെ ഉള്ളിൽ 14 മുതൽ 16 വരെ ഫെർട്ടിലൈസ്ഡ് എഗ്സ് ആർ പ്രസന്റ് ഇൻസൈഡ് 1 ഊത്തിക്ക. അപ്പോൾ അതും നിങ്ങൾ അറിഞ്ഞിരിക്കണം. റൈറ്റ്. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ സാധാരണ
വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ പോസിബിലിറ്റീസ് നോക്കുകയാണെങ്കിൽ ഒരു ഓവറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഫോംഡ് ഓഫ് 8 ovarian tubules എന്ന് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല വരിക, ഒരു കോക്രോച്ചിൽ എത്ര ഓവേറിയൻ ട്യൂബ്യൂൾസ് ഉണ്ട് പറഞ്ഞ് വരാം. അപ്പോൾ നമ്മൾ അവിടെ അറിയണം 16. അതുപോലെ ഒമാറ്റീഡിയ പറയുമ്പോൾ ഒരു കണ്ണിൽ 2000. ഒരു കോക്രോച്ചിന് എത്ര ഒമാറ്റീഡിയ ഉണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ദേ ഹാവ് 4000 ഒമാറ്റീഡിയ എന്ന് പറയാം. ഈ ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. കോക്രോച്ചിന്റെ കുട്ടികളെ, ദ യങ് വൺസ് ദാറ്റ് ഹാച്ചസ് ഔട്ട് ദ എഗ് ഇസ് കോൾഡ് നിംഫ് എന്ന് പറയും. അപ്പം അവിടെ ഒരു വാക്കുണ്ട് മോൾട്ടിങ്. നിംഫ് അണ്ടർഗോസ് മോൾട്ടിങ്. മോൾട്ടിങ് എന്ന് പറഞ്ഞാൽ പടം പൊഴിക്കുക, പീരിയോഡിക് ഷെഡിങ് ഓഫ് എക്സോസ്കെൽറ്റൻ. നിംഫ് അണ്ടർഗോസ് മോൾട്ടിങ് ടു ഫോം അഡൾട്ട്. അഡൾട്ടിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അഡൾട്ടിന് മാത്രമേ ചിറകുണ്ടാവുള്ളൂ. യങ് വൺസ് ഡോണ്ട് ഹാവ് വിങ്സ്. ക്ലിയർ? കോക്രോച്ചിന്റെ എഗ്ഗ് വിരിഞ്ഞ് നിംഫാവും, നിംഫ് മോൾട്ട് ചെയ്ത് അഡൾട്ടാവും. ഇത്തരത്തിലൊരു ഡെവലപ്മെന്റിനെ നിങ്ങളൊരു വാക്ക് പഠിച്ചിട്ടുണ്ട്, ആ വാക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് പോറോമെറ്റബോളി എന്ന് പറയും. പോറോമെറ്റബോളി എന്ന വാക്കിന്റെ അർത്ഥം ഇൻകംപ്ലീറ്റ് മെറ്റമോർഫോസ് ആണ്. എഗ്ഗ്, നിംഫ്, അഡൾട്ട്. ഓക്കെ, അപ്പം ഇത്രയെല്ലാമാണ് ഞാൻ ഈ മോർഫോളജി ഭാഗത്ത്, നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് ഞാൻ ക്വിക്കായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം പരീക്ഷയിൽ ചോദിച്ചിരുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അത് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് വരിക. ക്ലിയർ? ആൻഡ് ഈ ഭാഗം സ്ട്രക്ചറൽ ഓർഗനൈസേഷനിൽ ടിഷ്യൂ ഉണ്ട്, കോക്രോച്ച് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്. ഒന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് കവർ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ വി ആർ മൂവിങ് ഓൺ ടു ദ ഇന്നത്തെ ഫിസിയോളജി പാർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫിസിയോളജി പാർട്ട് എന്ന് പറയുമ്പോൾ പലപ്പോഴും ക്ലാസ്സിൽ ഫിസിയോളജി പാർട്ട് എന്ന് പറയുമ്പോൾ പ്രശ്നം വരുന്നത് വാട്ട് ഈസ് ഫിസിയോളജി ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വരും. ബോഡി ഫങ്ഷൻസിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഫിസിയോളജി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഫിസിയോളജി പാർട്ട് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്, പക്ഷെ മനസ്സിലാക്കുക ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാവുന്ന ഒരു ചാപ്റ്ററാണ്. ഞാൻ ഈ ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാലും സാധാരണ നീറ്റിന് 1 or 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഭാഗത്ത് നിന്ന് വരിക. 1 or 2 ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ വർഷം വൈറ്റൽ കപ്പാസിറ്റി റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. അപ്പോൾ വൈറ്റൽ കപ്പാസിറ്റിയുടെ ഇക്വേഷൻ ചോദിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു. 2022 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 1 വാസ് അബൌട്ട് കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്. ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ സാധാരണ കാണാൻ 100 ml ഓഫ് ബ്ലഡ് ക്യാൻ ക്യാരി 20 ml ഓഫ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ്. ടിഷ്യൂ റെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 5 ml വലിച്ചെടുക്കും. അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അണ്ടർ നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ എത്ര ഓക്സിജൻ 100 ml ഓഫ് ബ്ലഡ് വിൽ ഡെലിവർ ടു ദ ടിഷ്യൂ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ. ഇതാണ് സാധാരണ വരുന്നത്. പക്ഷെ നിങ്ങൾ ആ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ആ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ എവറി പാർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ ദ ഫസ്റ്റ് പാർട്ട്, ഇതിന്റെ തുടക്ക ഭാഗം ഡീൽസ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെസ്പിറേറ്ററി ഓർഗൻ. നമുക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ പറയാം അത് കോർഡേറ്റഡ് നോൺ കോർഡേറ്റഡ് ഉള്ളതാണ് എന്നുള്ളത്. പക്ഷേ ഓരോ ആനിമൽ ഫൈലത്തിലും ഓരോ ആനിമൽ ഗ്രൂപ്പിലും റെസ്പിറേറ്ററി മെക്കാനിസം ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ആ ഡിഫറെൻറ്റ് റെസ്പിറേറ്ററി മെക്കാനിസംസ് എന്താണ് എന്നുള്ളതാണ് ഒരു ഭാഗം, 1 പാർട്ട് ഓഫ് ദ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് സാധാരണ ക്വസ്റ്റ്യൻസ് വരിക ലൈക്ക് മാച്ച് ദ ഫോളോയിങ്. ഏതെങ്കിലും ഒരു ഓർഗാനിസത്തിൻ്റെ ഒരു ഓർഗാനിസത്തിൻ്റെ ഇത് തന്നിട്ട് അത് മാച്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് പറയാം ലൈക്ക് ഫെദറി ഗിൽസ്, അത് മാച്ച് ചെയ്യുക, എവിടെയായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം. ട്രക്കൽ ട്യൂബ്സ്, ഫെദറി ഗിൽസ്, അല്ലെങ്കിൽ യു ഹാവ് ഗിൽസ്, എന്നിട്ട് 3 എണ്ണം മാച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട്. ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം പറയുമ്പോൾ സാധാരണ അത് നമ്മൾ ഒരു ബേസിക് സ്ട്രക്ചർ, സ്കെൽറ്റൽ സ്ട്രക്ചർ വെച്ചിട്ട് നമുക്ക് അതിന് വേണം. അതായത് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം എക്സ്റ്റേണൽ നോസ്ട്രൽസ്, ഇന്റേണൽ നോസ്ട്രൽസ്, അങ്ങനെ പോകണം. അപ്പോൾ അവിടെ ചില ക്വസ്റ്റ്യൻ പോസിബിലിറ്റീസ് ഉള്ളത്. ഒന്ന് ഈസ് അബൌട്ട് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ്, കാർട്ടിലേജിനസ് ഫ്ലാപ്പ്. ഇത് ടിഷ്യൂലും വരാം, ഇവിടെയും വരാം. കാരണം എപ്പിഗ്ലോട്ടിസ് ഈസ് എ ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, അത് ടിഷ്യൂസിലും ഒരു ക്വസ്റ്റ്യൻ ആകാം, ബ്രീത്തിങ്ങിലും ഒരു ക്വസ്റ്റ്യൻ ആകാവുന്നതാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. പിന്നീട് നമ്മളറിയാം ഈ ട്രക്കിയ, വിൻഡ് പൈപ്പ്. അപ്പോൾ വിൻഡ് പൈപ്പ് പഠിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വിൻഡ് പൈപ്പിന് ചുറ്റും ദർ ഈസ് ഇൻകംപ്ലീറ്റ്ലി സി ഷേപ്ഡ് റിങ്സ്.
മൊത്തം വട്ടം വട്ടം റിങ്സ് അല്ല, ഇൻകംപ്ലീറ്റ്ലി C-shaped ring, incomplete cartilaginous rings എന്ന് പറയും. Incomplete cartilaginous rings. Complete bony rings, complete cartilaginous rings kind of questions are possible. ഈ cartilaginous ringന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവെന്റ് ദ കൊളാപ്സ് ഓഫ് ട്രക്കിയ, റൈറ്റ്? അത് ഓർത്തിരിക്കുക. ഇനി NCERT പ്രത്യേകം പറയുന്നുണ്ട് എവിടം തൊട്ട് എവിടം വരെ കാർട്ടിലേജിനസ് റിംഗ് ഉണ്ട് എന്നുള്ളത്. ട്രക്കിയ തൊട്ട് ഇനീഷ്യൽ ബ്രോങ്കിയോൾസ് വരെ കാർട്ടിലേജിനസ് റിംഗ്സ് ആർ പ്രസന്റ് എന്നുള്ളത് പ്രത്യേകം പറയുന്നുണ്ട്. ആ ബ്രോങ്കിയൽ ട്രീ നമ്മളൊരു സ്ട്രക്ചർ വൈസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ബ്രോങ്കിയൽ ട്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചിലപ്പോൾ ദർ ക്യാൻ ബി ക്വസ്റ്റ്യൻസ് ലൈക്ക് ട്രക്കിയ, ബ്രോങ്കായ്, ബ്രോങ്കിയോൾസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആർ പോസിബിൾ. അപ്പോൾ അത് ആ ഒരു പിക്ചർ ഓഫ് ബ്രോങ്കിയൽ ട്രീ, ഒരെണ്ണത്തിൽ നിന്ന് ഒരെണ്ണം അത് ഡിവൈഡ് ചെയ്ത് വരുന്നു. അപ്പോൾ ഏറ്റവും ചെറുത് ഏതാ, ഏറ്റവും വലുത് ഏതാ, കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ പോസിബിൾ. പിന്നെ ലങ്ങിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ പലപ്പോഴും പല ആളുകളും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് റൈറ്റ് ലങ് ആൻഡ് ലെഫ്റ്റ് ലങ്. മൊത്തം ലങ്സിന് മനുഷ്യന് എത്ര ലോബ്സ് ഓഫ് ലങ് ഉണ്ട് ചോദിച്ചാൽ 5 എണ്ണം ഉണ്ട്. റൈറ്റ് ലങ്ങിൽ 3 ലോബ്സും ലെഫ്റ്റ് ലങ്ങിൽ 2 ലോബുമാണ് ഉള്ളത്. അത് ഓർത്തിരിക്കണം. മിഡിൽ ലോബ് ഇസ് ആബ്സെന്റ് ഇൻ ദ ലെഫ്റ്റ് ലങ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ആ ലങ്ങിന്റെ ബേസിക് സ്ട്രക്ചർ, പ്ലൂറ എന്ന് പറയുന്ന ഔട്ടർ മെംബ്രെയിൻ, ചിലതൊന്നും ടെക്സ്റ്റിൽ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും പ്ലൂറ നമുക്ക് പടത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഒന്ന് അറിഞ്ഞിരിക്കണം. ലങ്ങിനോട് മുട്ടി നിൽക്കുന്നത് ഇന്നർ പ്ലൂറയാണ് ആൻഡ് തൊറാസിക് ചേംബറിനോട് മുട്ടി നിൽക്കുന്നത് ഇസ് ഔട്ടർ പ്ലൂറൽ മെംബ്രെയിൻ ആണ്. ഇത് രണ്ടിൻ്റെ ഇടയിലുള്ളത് ഇന്റർ പ്ലൂറൽ സ്പേസ് ആണ് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് എ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിനെ നമ്മളൊരു പേര് പറയും പ്ലൂറൽ ഫ്ലൂയിഡ് എന്ന് പറയും. പിന്നെ നമ്മൾ അറിയേണ്ട ഒരു ഭാഗം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ നമ്മൾ 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് ദ കണ്ടക്ടിങ് പാർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗവും അനദർ പാർട്ട് ഈസ് എക്സ്ചേഞ്ച് പാർട്ട് എന്ന് പറയുന്ന ഒരു ഭാഗവും. 2 ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് എ കണ്ടക്ടിങ് പാർട്ട് ആൻഡ് അദർ ഈസ് എക്സ്ചേഞ്ച് പാർട്ട്. കണ്ടക്ടിങ് പാർട്ട് ആസ് എ നെയിം ഇൻഡിക്കേറ്റ് എയറിനെ ഉള്ളോട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ 270 പേജിൽ കണ്ടക്ടിങ് പാർട്ടിൻ്റെ 4 ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു ടേക്ക് ഇൻ എയർ, ഇറ്റ് ഹെൽപ്സ് ടു ഫിൽട്ടർ ദി എയർ, ഇറ്റ് ബ്രിങ്സ് ദി എയർ ടു ബോഡി ടെമ്പറേച്ചർ, ഇറ്റ് ഹ്യൂമിഡിഫൈസ് ദ ഇൻസ്പയർഡ് എയർ. ഈ 4 ഫങ്ഷൻസും കണ്ടക്ടിങ് പാർട്ടിൻ്റെയാണ്. അപ്പോൾ ഇത് ചിലപ്പോൾ 3 ഫങ്ഷൻ തന്നിട്ട് ഓഡ് വൺ ഔട്ട് ചെയ്ത് അങ്ങനെ ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ഭാഗം ആണ്. പിന്നീട് നമുക്ക് ബ്രീത്തിങ് പഠിക്കുമ്പോൾ എപ്പോഴും അറിയേണ്ടത് ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ മെക്കാനിസം. അവിടെ നമ്മൾ മനസ്സിലാക്കുക നോർമൽ റെസ്പിറേഷൻ, സാധാരണ പോലെ ബ്രീത്ത് ചെയ്യുമ്പോൾ കോൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് external intercostal muscles. Contraction of diaphragm and contraction of external intercostal muscles. ഇത് രണ്ടും are important for gas exchange. Right? Inspiration നടക്കണം എന്നുണ്ടെങ്കിൽ contraction of diaphragm. Diaphragm contract ചെയ്താൽ it becomes flat. Then in external intercostal muscle contract ചെയ്താൽ it forward and upward movement of the rib cage. അത് നിങ്ങൾ ടെക്സ്റ്റിൽ നിന്ന് പഠിക്കണം. റൈറ്റ്? ടെക്സ്റ്റിൽ അത് പഠിക്കാൻ എളുപ്പമാണ്. ടെക്സ്റ്റിൽ ഒരു പിക്ചർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡയഫ്രം കോൺട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ താഴോട്ട് പോകുന്ന ഒരു പടവും ദ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ കോൺട്രാക്റ്റഡ് എന്ന് പറയുമ്പോൾ റിബ്സ് മുകളിലോട്ട് വരുന്ന ഒരു പടവും. ദെൻ എക്സ്പിറേഷൻ നടക്കുമ്പോൾ ഈ കോൺട്രാക്ട് ചെയ്ത മസിൽസ് റിലാക്സ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ദർ ഇസ് എ കണ്ടീഷൻ. ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ ഉണ്ട്. നമ്മൾ ബലം പ്രയോഗിച്ച് കാറ്റ് പുറത്തോട്ട് കളയുമ്പോൾ ആബ്ഡോമിനൽ മസിൽസ് ആൻഡ് ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽ കോൺട്രാക്ട്. ആബ്ഡോമിനൽ മസിൽസും ഇന്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസും കോൺട്രാക്ട് ചെയ്യുന്നത് ഡ്യൂറിങ് ഫോഴ്സ്ഡ് എക്സ്പിറേഷൻ ആണ്. ഇത് ഓർത്തിരിക്കണം, തെറ്റിപ്പോകരുത്. ദെൻ ബ്രീത്തിങ് റേറ്റ് 12 to 16 times per minute ആണ്. ഈ റെസ്പിറേഷൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ട് വരുന്ന ഒരു ചോദ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം, റെസ്പിറേറ്ററി വോളിയംസ്. റെസ്പിറേറ്ററി വോളിയം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പക്ക ക്വസ്റ്റ്യൻ ആണ്. അത് എന്തായാലും ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. എല്ലാ വർഷവും വരുന്ന ചോദ്യത്തിൽ ഒരെണ്ണമെങ്കിലും വിൽ ബി ബേസ്ഡ് ഓൺ റെസ്പിറേറ്ററി വോളിയംസ്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള വോളിയംസ് അത് നമ്മൾ പഠിക്കുമ്പോൾ ചിലത് കാണാപ്പാഠം പഠിച്ചേ പറ്റൂ. ചില കുട്ടികൾ അതിന് ഷോർട്ട് കട്ട് ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇത് നോ ഷോർട്ട് കട്ട്സ്. അത് നിങ്ങൾ പഠിക്കുക. 4 എണ്ണം പഠിച്ചാൽ മതി.
4 എണ്ണം പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് ടൈഡൽ വോളിയം, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം, റെസിഡ്യുവൽ വോളിയം. ഇനി ബാക്കിയുള്ള വോളിയംസ് എല്ലാം ഇതിനെ ബേസ് ചെയ്ത് വരുന്ന വാല്യൂസ് ആണ്. ടൈഡൽ വോളിയം എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ? വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഓർ എക്സ്പയർഡ് ബൈ എ പേഴ്സൺ നോർമലി. ഒരു പ്രാവശ്യം വോളിയം ഓഫ് എയർ യു ടേക്ക് ഇൻ, അത് നമ്മൾ അറിയാം, വാല്യൂ നമുക്കറിയാം, ഇറ്റ് ഈസ് 500 ml എന്ന് പറയും. ഇൻസ്പിരേറ്റർ റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ 500 ml നമുക്ക് സാധാരണ പോലെ ബ്രീത്ത് ചെയ്യാം. ഇത് കൂടാതെ എത്രയും കൂടി നമുക്ക് അധികം വലിച്ചു കയറ്റാം. ദാറ്റ് ഈസ് വാട്ട് യു കോൾ ആസ് IRV എന്ന് പറയുന്നത്. അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഇൻ വിച്ച് കംസ് അറൌണ്ട് 2500. ഞാൻ വാല്യൂസ് എഴുതുന്നില്ല, 2500 to 3000 എന്ന് പറയാം. എക്സ്പിരേറ്ററി റിസർവ് വോളിയം അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഉൾട്ടാ വേ. എന്താണ്? മാക്സിമം വോളിയം ഓഫ് എയർ അല്ലെങ്കിൽ അഡീഷണൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത് ഔട്ട്. റെസിഡ്യുവൽ വോളിയം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും കുറച്ച് എയർ നമ്മുടെ ലങ്ങിൻ്റെ ഉള്ളിൽ നിൽക്കും. ദിസ് മച്ച് എയർ ക്യാൻ നെവർ ബി എക്സ്പെൽഡ് ഔട്ട്. റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി ദ വോളിയം ഓഫ് എയർ ദാറ്റ് ക്യാൻ നെവർ ബി എക്സ്പെൽഡ് ഔട്ട്. നമുക്ക് ഒരിക്കലും പുറത്തോട്ട് കളയാൻ പറ്റാത്ത എയറിനെയാണ് നമ്മൾ റെസിഡ്യുവൽ വോളിയം എന്ന് പറയുന്നത്. വിച്ച് കംസ് അറൌണ്ട് 1100 to 1200 ml. 1100 to 1200 ml. ഇനി നമ്മൾ കാണുന്നത് ഈ 4 വാല്യൂസിൻ്റെ ആപ്ലിക്കേഷൻ പാർട്ടാണ്. അതിലൊന്നാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറയും, IC എന്ന് പറയുമ്പോൾ ഇക്വേഷൻ നമ്മൾ ഓർക്കണം. നിങ്ങൾ ഓർത്തിരിക്കും, ഇത് കാണാപ്പാടം പഠിച്ചേ പറ്റൂ. ഐ ഡോണ്ട് ഹാവ് എനി ഷോർട്ട് കട്ട് ഫോർ ദിസ്. TV + IRV. ഇതിൻ്റെ ഡെഫിനിഷനും കൂടി നമ്മൾ അറിഞ്ഞിരുന്നാൽ നല്ലതാണ്. എന്താണ്? വോളിയം ഓഫ് എയർ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. സാധാരണ പോലെ കാറ്റ് പുറത്തോട്ട് കളയുന്നു, 500 കളഞ്ഞു, പ്ലസ് അഡീഷണൽ വോളിയം. അതുപോലെ യു ഹാവ് എക്സ്പിരേറ്ററി കപ്പാസിറ്റി TV + ERV. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പുതിയൊരാൾ പഠിക്കാനുണ്ട്, ദാറ്റ് ഈസ് FRC, വിച്ച് മീൻസ് ഫങ്ഷണൽ റെസിഡ്യുവൽ കപ്പാസിറ്റി. ഇത് ലങ്ങിൻ്റെ ഉള്ളിൽ ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ ആണ് റെസിഡ്യുവൽ വോളിയം. എന്നാൽ വോളിയം ഓഫ് എയർ ദാറ്റ് റിമെയിൻസ് ഇൻ ദ ലങ് ആഫ്റ്റർ നോർമൽ റെസ്പിറേഷൻ ആണ് ERV + RV എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് FRV. വോളിയം ഓഫ് എയർ ദാറ്റ് റിമെയിൻസ് ഇൻ ദ ലങ് ആഫ്റ്റർ നോർമൽ എക്സ്പിരേഷൻ, അതാണ് FRC എന്ന് പറയുന്നത്. ഇനി നമുക്കുള്ളത് ഇസ് അബൌട്ട് വൈറ്റൽ കപ്പാസിറ്റി, VC എന്ന് പറയും. വൈറ്റൽ കപ്പാസിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ടോട്ടൽ വോളിയം ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ഇൻസ്പയർ ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ വഴി കാറ്റ് മുഴുവൻ കളഞ്ഞിട്ട് ബാക്കി എത്രയും കൂടി അകത്തോട്ട് എടുക്കാം. ഇറ്റ് ഈസ് ആക്ച്വലി റിട്ടൺ ആസ് ERV + TV + IRV. ഇതിനെ നമുക്ക് വേറെ പല രീതിയിൽ എഴുതാം. EC + IRV അല്ലെങ്കിൽ ERV + IC. റൈറ്റ്? ഇതെല്ലാം നമ്മൾ പറയുന്നത് VC എന്ന് പറയുന്ന വൈറ്റൽ കപ്പാസിറ്റിയുടെ ഡിഫറെൻ്റ് ഫോർമാറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. ക്ലിയർ അല്ലേ? പിന്നെ ഞാൻ ഇങ്ങനെ എഴുതിയത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയുന്നതാണിത്. ഏതെങ്കിലും കാരണത്തിൽ ഇതിൽ ഏതെങ്കിലും 4 എണ്ണം തന്നിട്ട് ഏതാണ് VC അല്ലാത്തത് അല്ലെങ്കിൽ വിച്ച് ഈസ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാം. ഇനിയുള്ള ടോട്ടൽ ലങ് കപ്പാസിറ്റിയാണ് TLC, മാക്സിമം വോളിയം, ടോട്ടൽ വോളിയം അറ്റ് ദി എൻഡ് ഓഫ് നമ്മൾ പറഞ്ഞാൽ അറ്റ് ദി എൻഡ് ഓഫ് ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. ബലം പ്രയോഗിച്ച് നമ്മൾ കാറ്റ് ഉള്ളോട്ട് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം എത്ര ബാക്കി ഉണ്ടാവും, അതിനെയാണ് നമ്മൾ പറയുക TLC. നമ്മൾ സാധാരണ പറയുന്നത് ഇസ് പല രീതിയിൽ പറയാം. VC +, ദാറ്റ് ഈസ് വൈറ്റൽ കപ്പാസിറ്റി + റെസിഡ്യുവൽ വോളിയം RV. ഇതിനെ നമുക്ക് വേറെ രീതിയിൽ എഴുതാവുന്നതാണ്. It can also be written as ERV + TV + IRV + RV.
This can also be written as FRC plus IC. Clear? ഇപ്പോൾ വി സിയുടെ ഡിഫറെൻ്റ് ഫോർമാറ്റ്സിൽ നമ്മൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? ഇനി നമുക്ക് വേണമെങ്കിൽ എഴുതാം EC plus IC plus EC plus IRV plus RV എന്ന് എഴുതാം. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫോർമാറ്റിൽ എഴുതാം. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഓഡ് വൺ ഔട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഇറ്റ് വിൽ ബി മച്ച് മോർ ഈസിയർ. അപ്പോൾ ഇത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വൈറ്റൽ കപ്പാസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് പറയാം. പിന്നെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ എപ്പോഴും ഓൾവേസ് നമുക്ക് ആവശ്യം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ NCERT ബുക്കിൽ പേജ് നമ്പർ 272 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ പല ഫോർമാറ്റിൽ നമുക്ക് പറയാം. 273 കൊടുത്തിട്ടുള്ളതും 272 കൊടുത്തിട്ടുള്ളതും ഇസ് ഓൾമോസ്റ്റ് സെയിം. പക്ഷെ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ ആൽവിയോളായുടെ പുറമേ കൂടെ ദർ വിൽ ബി ബ്ലഡ് വെസൽസ്, റൈറ്റ്? ഈ ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് പോയിട്ട് ദിസ് ഇസ് കാപ്പിലറി ആണ്. നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കാണിക്കുന്നതാണ് കാപ്പിലറി. ഇവിടെ വരുന്ന ബ്ലഡ് ഈസ് ഡീഓക്സിജനേറ്റഡ് ആണ്. ഇവിടെ പോകുന്ന ബ്ലഡ് ഈസ് ഓക്സിജനേറ്റഡ് ആണ്. ആൽവിയോളായിൽ ഡ്യൂറിങ് ഇൻസ്പിറേഷൻ കാറ്റ് ഉള്ളിൽ കയറും. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് 104 millimeters of mercury. Partial pressure of carbon dioxide is 40 millimeters of mercury. ഇത് അറിഞ്ഞിരിക്കണം. Alveolar partial pressure and alveolar partial pressure of carbon dioxide. Clear? ഈ ആൽവിയോളയുടെ അടുത്തേക്ക് വരുന്ന ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഈ ആൽവിയോളയുടെ അടുത്തോട്ട് വരുന്ന ഡീഓക്സിനേറ്റഡ് ബ്ലഡ് has a partial pressure of oxygen 40 millimeters of mercury and partial pressure of carbon dioxide is 45 millimeters of mercury. അപ്പോൾ ഡീഓക്സിനേറ്റഡ് ബ്ലഡ് 40 and 45 ആയിട്ടാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടന്നതിന് ശേഷം partial pressure of oxygen in oxygenated blood becomes PO2 becomes 95 millimeters of mercury. PCO2 becomes 40 millimeters of mercury. ഈ വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്സിജനേറ്റഡ് ബ്ലഡിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഡീഓക്സിനേറ്റഡ് ബ്ലഡിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ആൽവിയോളയിലുള്ള പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് ആ ടേബിൾ ഫോർമാറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇറ്റ് ഗോസ് ടു ദ tissues. This oxygenated blood goes to the tissues. Tissues la partial pressure of oxygen is 40 millimeters of mercury and that of carbon dioxide is 45 millimeters of mercury. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് നടക്കും. ഇത് ഈ വാല്യൂസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പഠിക്കേണ്ട വാല്യൂസ് എന്ന് പറയുന്നത്. 72 ടേബിളും 73 പിക്ചറും ഇത് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ വാല്യൂസ് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. പക്ഷേ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻസ് ഇങ്ങനെയല്ല വരിക. പൾമണറി ആർട്ടറിയിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം അറിയണം പൾമണറി ആർട്ടറിയിലെ ബ്ലഡ് ഓക്സിജനേറ്റഡ് ആണോ ഡീഓക്സിനേറ്റഡ് ആണോ, അല്ലെങ്കിൽ പൾമണറി വെയിൻ, അല്ലെങ്കിൽ സിസ്റ്റമിക് ആർട്ടറി, അല്ലെങ്കിൽ സുപ്പീരിയർ വീന കാവേ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. അപ്പോൾ അത് നമ്മൾ അറിയേണ്ടത് നമ്മളെ പേര് തന്നിരിക്കുന്ന ബ്ലഡ് വെസലിലുള്ള ബ്ലഡ് ഓക്സിജനേറ്റഡ് ആണോ ഡീഓക്സിനേറ്റഡ് ആണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അത് തിരിച്ചറിഞ്ഞതിന് ശേഷം അതിൻ്റെ പാർഷ്യൽ പ്രഷർ, ഇപ്പോൾ ഇതൊരു ബേസിക് ഇൻഫർമേഷനാണ്. ഡീഓക്സിനേറ്റഡിൽ എത്ര, ഓക്സിനേറ്റഡിൽ എത്ര, ആൽവിയോളയിൽ എത്ര. അപ്പോൾ ആ ബേസിക് ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. റൈറ്റ്? ഇനി ഹീമോഗ്ലോബിൻ്റെ പ്രോപ്പർട്ടീസ് ആർ ഇമ്പോർട്ടൻറ്റ്. അത് പല തരത്തും നമുക്ക് ആവശ്യം വരും. ഹീമോഗ്ലോബിൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം ഓക്സി ഹീമോഗ്ലോബിൻ.
Hemoglobin combines with carbon dioxide to form aminohemoglobin. Hemoglobin combines with carbon monoxide to form carboxyhemoglobin. അപ്പോൾ 3 ആൾക്കാരാണ് ഇതിൽ പെർമനന്റ് ഓർ സ്ട്രോങ് ബോണ്ട് എന്ന് പറഞ്ഞാൽ കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ്, വിച്ച് ഇസ് നെവർ സെപ്പറേറ്റഡ്. ഹീമോഗ്ലോബിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്, ഓക്സിജൻ കൂടുതലുള്ളപ്പോൾ ഇറ്റ് ഷോസ് മോർ എഫിനിറ്റി ടു ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ളപ്പോൾ ഇറ്റ് ഷോസ് മോർ എഫിനിറ്റി ടു കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ അതും ഒരു പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹീമോഗ്ലോബിൻ ഹാസ് ഹൈ എഫിനിറ്റി ടു ഓക്സിജൻ. When oxygen concentration is high, it shows high affinity to carbon dioxide when carbon dioxide concentration is high എന്ന് പറയാം. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ട another point, 100 ml of blood has 12 to 16 grams of hemoglobin. 100 ml of blood has 12 to 16 grams of hemoglobin. 1 gram of hemoglobin can carry 1.34 ml of oxygen. Clear? 1 RBC has 280 million molecules of hemoglobin. Is it clear? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് ആണ്. 100 ml of blood can carry 20 ml of oxygen to tissues. ഇതിൽ കൂടുതൽ ക്യാരി ചെയ്യാൻ പറ്റില്ല. Every 100 ml of oxygen can carry 20 ml of oxygen to the tissue. 100 ml of blood can carry 20 ml of oxygen to the tissues. ഇനി നോർമൽ ഫിസിയോളജിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ 20 ml നിന്ന് ടിഷ്യൂ റിക്വയർ 5 ml. എക്സസൈസ് ചെയ്യുമ്പോൾ ഈ 20 ml നിന്ന് ടിഷ്യൂ റിക്വയർ 15 ml ഓഫ് ബ്ലഡ്. ശ്രദ്ധിക്കുക, 20 ml ആണ് ടിഷ്യൂസിലേക്ക് കൊണ്ടുപോകുക ഓക്സിജൻ. ടിഷ്യൂ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ വെൻ അറ്റ് റെസ്റ്റ് or under normal physiological condition, tissue require only 5 ml of blood from 20 ml of oxygen. 5 ml of oxygen from 20 ml of oxygen. എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ 20 ml നിന്ന് 15 ml of oxygen ടിഷ്യൂസിന് വേണം. അത് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതുപോലെ തന്നെ 100 ml of blood carry 4 ml of carbon dioxide to alveoli. ഇതും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ബിക്കോസ് ദിസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ വാല്യൂസ് അറിഞ്ഞിരിക്കണം. ഇനി ബ്രീത്തിങ് ചാപ്റ്ററിൽ വേറൊരു ഭാഗമാണ് ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് എന്ന് പറയുന്നത്. റെസ്പിറേറ്ററി ഗ്യാസസ് 2 എണ്ണമാണ് ഉള്ളത്. ദാറ്റ് ഈസ് ഓക്സിജൻ ആൻഡ് റെസ്പിറേറ്ററി ഗ്യാസസ് 2 ഗ്യാസാണുള്ളത്. വൺ ഈസ് ഓക്സിജൻ ആൻഡ് അതർ ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇവരുടെ 2 പേരുടെയും ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ 2 രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. 3% ഓക്സിജൻ dissolved in plasma. 3% of oxygen is dissolved in plasma. എന്നാൽ 97% of oxygen in combination with the hemoglobin. Clear അല്ലേ? 97% of oxygen is transported in combination with the hemoglobin. ഒരു hemoglobin can carry 4 oxygen molecules. Hemoglobin plus oxygen is what you call as oxyhemoglobin. Hemoglobin can combine with oxygen to form oxyhemoglobin. അപ്പോൾ ഈ വാക്കുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാക്കുകൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ദ വേർഡ് ലൈക്ക് oxyhemoglobin എന്നുള്ള വാക്ക് ഇസ് ഇമ്പോർട്ടൻ്റ്. ക്ലിയർ? ദെൻ ഓക്സിഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിന്
ഓക്സിജനോടുള്ള അഫിനിറ്റി ഇൻക്രീസസ് വെൻ ഹീമോഗ്ലോബിൻ ഇസ് ഇൻ കോമ്പിനേഷൻ വിത്ത് ഓക്സിജൻ. അതുപോലെ മോർ ഓക്സിജൻ മോർ അഫിനിറ്റി, മോർ കാർബൺ ഡൈ ഓക്സൈഡ് മോർ അഫിനിറ്റി ടു കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാം. ദെൻ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട് നമ്മൾ പറയുമ്പോൾ 3 രീതിയിലാണ് ട്രാൻസ്പോർട്ട്. ഒന്ന് ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ. എന്തോരം പ്ലാസ്മയിൽ ഡിസോൾവ് ആവുന്നുണ്ട്? ജസ്റ്റ് 5%, 5 to 7 പറയാം, 5%. ഇനി ഇൻ കോമ്പിനേഷൻ വിത്ത് ഹീമോഗ്ലോബിൻ 25%. ആസ് ബൈകാർബണേറ്റ്സ് 70%. അപ്പോൾ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ബോഡിയിൽ ടിഷ്യൂവിൽ നിന്ന് ലങ്ങിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആസ് എ ബൈകാർബണേറ്റ് ആയിട്ടാണ്. ഹീമോഗ്ലോബിനെ കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ കോമ്പിനേഷൻ അറിഞ്ഞിരിക്കുക കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടിൻ്റെ. ക്ലിയർ? റൈറ്റ്. ഇനി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ആസ് ബൈകാർബണേറ്റ് നമുക്ക് ടെക്സ്റ്റിൽ ഇല്ല. എന്നിരുന്നാലും വി നീഡ് ടു നോ അബൌട്ട് എൻ എൻസൈം കാർബോണിക് എൻഹൈഡ്രേസ്. കാർബോണിക് എൻഹൈഡ്രേസ് എന്ന് പറയുന്ന എൻസൈം is present in RBC as well as in plasma. RBC ലുണ്ട്, it is present in plasma. അപ്പോൾ ഈ എൻസൈം helps in the combination of water plus carbon dioxide to form carbonic acid. കാർബോണിക് എൻഹൈഡ്രേസിന്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it helps in the formation of carbonic acid. Water plus carbon dioxide combine ചെയ്തിട്ട് you get കാർബോണിക് ആസിഡ്. അപ്പോൾ ഈ കാർബോണിക് ആസിഡ് നമുക്ക് വരുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് കാർബോണിക് ആസിഡ് ഫോർമേഷൻ എന്ന് നമ്മൾ പറയുന്നത് ഇസ് ആക്ച്വലി ഇൻ ദ പ്രസൻസ് ഓഫ് കാർബോണിക് എൻഹൈഡ്രേസ്. കാർബോണിക് എൻഹൈഡ്രേസ് എവിടെയെല്ലാം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ സീൻ ഇൻ RBCയുടെ ഉള്ളിലുണ്ട്. അതുപോലെ തന്നെ ദേ ആർ ഓൾസോ സീൻ ഇൻ പ്ലാസ്മ. ക്ലിയർ? റൈറ്റ്. പിന്നീട് നമ്മൾ കണ്ടത് എന്താ വെച്ചാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഇത് നിങ്ങൾക്കറിയാം, ഒരു ഗ്രാഫാണ്. ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് നമ്മൾ പഠിക്കണം. ഇറ്റ്സ് എ സിഗ്മോയിഡ് കർവ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള ടെക്നിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ദിസ് ഇസ് റൈറ്റ് ആൻഡ് ദിസ് ഇസ് ലെഫ്റ്റ്. റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അറിയേണ്ടത് അഫിനിറ്റി ടു ഓക്സിജൻ ഡിക്രീസസ്. റൈറ്റിലോട്ട് പോയാൽ അഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ടു ഓക്സിജൻ ഡിക്രീസസ്. അപ്പോൾ ഗ്രാഫ് നിങ്ങൾക്ക് അറിയാം, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിൽ ബേസിക്കലി ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങൾ, ഈ ഗ്രാഫ് റൈറ്റിലോട്ട് പോയാൽ അഫിനിറ്റി ടു ഓക്സിജൻ ഡിക്രീസസ്. അപ്പോൾ ലെഫ്റ്റിലോട്ട് പോയതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, അഫിനിറ്റി ടു ഓക്സിജൻ ഇൻക്രീസസ്. ഹീമോഗ്ലോബിൻ്റെ അഫിനിറ്റി ടു ഓക്സിജൻ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഗ്രാഫ് ഷുഡ് മൂവ് ടു ലെഫ്റ്റ് ആണ്. ഈ ഗ്രാഫിനെ ബേസ് ചെയ്ത് നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ ഫാക്ടേഴ്സ് affecting oxygen dissociation curve. ഓക്സിജൻ ഡിസോസിയേഷൻ കർവിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പോൾ അതിലൊന്നാണ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. യു ക്യാൻ സേ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ increases, affinity increases. This is about affinity കൂടും. Affinity കൂടുമ്പോൾ graph moves towards the left.
ശരിയല്ലേ? പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറഞ്ഞാലോ അഫിനിറ്റി കുറയും, ഗ്രാഫ് മൂവ്സ് ടുവേർഡ്സ് റൈറ്റ്. ഇത് ഓർത്തിരിക്കാലോ. അഫിനിറ്റി കൂടണം എന്നുണ്ടെങ്കിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടണം. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറഞ്ഞാൽ അഫിനിറ്റി കുറയും, ഗ്രാഫ് മൂവ്സ് ടുവേർഡ്സ് റൈറ്റ്. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ അടുത്ത ഫാക്ടറാണ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇത് ഇതേപോലെ തന്നെയാണ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാൽ അഫിനിറ്റി കുറയും. അഫിനിറ്റി കുറയുമ്പോൾ ഇറ്റ് മൂവ്സ് ടുവേർഡ്സ് റൈറ്റ്. അഫിനിറ്റി കൂടിയാൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞാൽ അഫിനിറ്റി കൂടും, ഗ്രാഫ് മൂവ്സ് ടുവേർഡ്സ് ലെഫ്റ്റ്. അപ്പോൾ ദിസ് ഈസ് അബൌട്ട് കാർബൺ ഡൈ ഓക്സൈഡ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുക, അഫിനിറ്റി കുറയും, ഗ്രാഫ് മൂവ്സ് ടുവേർഡ്സ് ലെഫ്റ്റ്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞാൽ അഫിനിറ്റി കൂടും, ഗ്രാഫ് മൂവ്സ് ടുവേർഡ്സ് ലെഫ്റ്റ്. ക്ലിയർ? ഇവിടെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസസ് ഇസ് ഈക്വൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജന്റെ ഡിക്രീസ് ആണ്. ഇസ് ഇറ്റ് ക്ലിയർ? മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറഞ്ഞാൽ പി എച്ച്. പി എച്ച് കൂടിയാൽ അഫിനിറ്റി കൂടും, ലെഫ്റ്റ്. പി എച്ച് കുറഞ്ഞാൽ അഫിനിറ്റി കുറയും, റൈറ്റ്. അപ്പോൾ പി എച്ചും അറിഞ്ഞിരിക്കുക. There is a relationship between pH and H+. H+ ion concentration increases, pH decreases. അതും അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റാണ്. Is it clear? Right. Temperature has a role. ടെമ്പറേച്ചർ കൂടിയാൽ ബോണ്ട് ബ്രേക്കേജിനുള്ള സാധ്യത കൂടുതലാണ്, റൈറ്റ്. ടെമ്പറേച്ചർ കുറഞ്ഞാൽ അഫിനിറ്റി ഇൻക്രീസസ്, ലെഫ്റ്റ്. ഇനി നമ്മൾ ഏതായാലും പി എച്ച് പറഞ്ഞ സ്ഥിതിക്ക് H+ അയോണും കൂടി പറയുകയാണെങ്കിൽ H+ അയോണിന്റെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ H+ അയോൺ കൂടിയാൽ അഫിനിറ്റി കുറയും, H+ അയോൺ കുറഞ്ഞാൽ അഫിനിറ്റി കൂടും, ലെഫ്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പോൾ ഈ ഇങ്ങനെ ഒരു ടേബിൾ നമുക്കുണ്ടെങ്കിൽ ഇറ്റ് ഈസ് മച്ച് മോർ ഈസിയർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഈസ് എന്ന് പറയുന്നത്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, പി എച്ച്, ടെമ്പറേച്ചർ ആൻഡ് H+ അയോൺ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. അപ്പോൾ ഓരോന്നും കൂടിക്കഴിഞ്ഞാൽ ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരും. ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈക്ക് ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നത് ആക്ച്വലി നമ്മൾ സാധാരണ ചോദിക്കുക ഇങ്ങനെയാണ്. ലൈക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടി ഗ്രാഫ് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഗ്രാഫ് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ, ഇത് അറിഞ്ഞിരിക്കാനാണ് ഞാൻ ഈ ടേബിൾ ഇവിടെ എഴുതിയത്. ഓക്കെ, ഇനി നമുക്ക് ഉള്ളത് ഈ ആക്ച്വലി ഒരു ചെറിയ ഭാഗമാണ്, പക്ഷെ വലിയ ഭാഗമാണ്. റെഗുലേഷൻ ഓഫ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലേഷൻ ഓഫ് ബ്രീത്തിങ് പറയുമ്പോൾ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് മെഡ്യൂല. ബ്രെയിനിൻ്റെ മെഡുല ഹാസ് റെസ്പിറേറ്ററി റിതം സെൻറ്റർ. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ദ റിതം ഓഫ് റെസ്പിറേഷൻ, നമ്മൾ എങ്ങനെ ബ്രീത്ത് ചെയ്യണം എന്നുള്ളത് കൺട്രോൾ ചെയ്യുന്നത് ഇസ് എ റെസ്പിറേറ്ററി റിതം സെൻറ്റർ ആണ്. റൈറ്റ്? അപ്പോൾ ബ്രീത്തിങ് റേറ്റ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ആള് റെസ്പിറേറ്ററി റിതം സെൻറ്റർ ആണ്. ആൻഡ് ദാറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ മെഡുല. മെഡുലയിൽ എങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ബോഡിയിൽ ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H+ കൂടിക്കഴിഞ്ഞാൽ, ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, ദ ലെവൽ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H+ കൂടിക്കഴിഞ്ഞാൽ മെഡുല വിൽ ഗെറ്റ് സിഗ്നൽസ് ബിക്കോസ് ദർ ആർ സെൻസേഴ്സ്. ഈ സെൻസറി സെൽസ് എവിടെയൊക്കെയാണ് ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, inner region of carotid artery and aortic arches. Carotid artery is a blood vessel that carry blood directly from heart to the brain. കെരോട്ടിഡ് ആർച്ച് എന്ന് പറഞ്ഞാൽ അയോട്ട ലെഫ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞിരിക്കും.
ആ വളവിൻ്റെ അവിടെയും കരോട്ടിഡ് ആർട്ടറിയുടെ ഉള്ളിലും there are sensory cells. ഈ സെൻസറി സെൽസ് എന്താ ചെയ്യുക ചോദിച്ചു കഴിഞ്ഞാൽ they can detect the level of carbon dioxide and H+ ion. കാർബൺ ഡയോക്സൈഡ് H+ അയോൺ കൂടുതലാണെങ്കിൽ ദേ സെൻഡ് സിഗ്നൽ ടു ദ മെഡുല. എന്താണ് ഇവിടെ കാർബൺ ഡയോക്സൈഡ് H+ അയോണും കൂടുതലാണ്. ദ മെസ്സേജ് റീച്ചസ് ദ മെഡ്യൂല ആണ്. ഇനി മെഡുലയിൽ അപ്പോൾ ബ്രീത്തിങ് റേറ്റ് ഈസ് ഇൻക്രീസ്ഡ്, ഇൻസ്പിറേറ്ററി സെൻറ്റർ ഇസ് ആക്ടിവേറ്റഡ്, ബ്രീത്തിങ് ഈസ് ഇൻക്രീസ്ഡ്. ഇനി ബ്രെയിനിൽ തന്നെയുള്ള ഒരു ഭാഗമാണ് പോൺസ് എന്ന് പറയുന്നത്. നിങ്ങളിത് ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ട് ഞാനിങ്ങനെ പറയുന്നത് പോൺസ്. അപ്പോൾ ഈ പോൺസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോൺസ് എന്താ ചെയ്യുക ചോദിച്ചാൽ പോൺസിൽ നിങ്ങൾക്കറിയാം ഒരു സെൻറ്റർ ഉണ്ട്. ന്യൂറിൽ പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ന്യൂമോടാക്സിക് സെൻറ്റർ. ഇവിടെ ശ്രദ്ധിക്കുക, ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ ഫംഗ്ഷൻ സ്വിച്ച് ഓഫ് പോയിന്റ് ഓഫ് ഇൻസ്പിറേഷൻ. ഇത് റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാം. ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ ആക്ടിവിറ്റീനെ സ്വിച്ച് ഓഫ് ചെയ്യുന്നതാണ് പോൺസിൻ്റെ ഫംഗ്ഷൻ, പോൺസിലുള്ള ന്യൂമോടാക്സിക് സെൻറ്ററിൻ്റെ ഫംഗ്ഷൻ. ഇപ്പം ഞാൻ ന്യൂമോടാക്സിക് സെൻറ്റർ ആക്ടിവേറ്റഡ് ആയ ശ്വാസം വിടും. ക്ലിയർ? അപ്പോൾ സ്വിച്ച് ഓഫ് പോയിന്റ് ഓഫ് ഇൻസ്പിറേഷൻ ആണ് ഇസ് ദ ന്യൂമോടാക്സിക് സെൻറ്റർ എന്ന് പറയുന്നത്. ന്യൂമോടാക്സിക് സെൻറ്റർ സെൻഡ് സിഗ്നൽ ടു ദ റെസ്പിറേറ്ററി റിതം സെൻറ്റർ. മെഡുലയിലേക്ക് ഒരു സിഗ്നൽ കൊടുക്കും. മെഡുലയിൽ ആ സിഗ്നൽ കിട്ടുമ്പോൾ എന്താ ഇൻസ്പിറേഷൻ സ്റ്റോപ്സ്. അപ്പോൾ സ്ട്രോങ് സിഗ്നൽസ് ഫ്രം ന്യൂമോടാക്സിക് സെൻറ്റർ വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? റേറ്റ് ഓഫ് ബ്രീത്തിങ് ഇൻക്രീസസ്. കൂടുതൽ പ്രാവശ്യം നമ്മൾ കാറ്റ് ഉള്ളിലോട്ട് എടുത്ത് പുറത്തോട്ട് വിടും. അപ്പോൾ നമ്മൾ പറയാം റേറ്റ് ഓഫ് ബ്രീത്തിങ് ഇൻക്രീസസ്. ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ ആണെങ്കിലോ കുറയും. ക്ലിയർ ആണോ? ഫില്ലിംഗ് ഓഫ് ദ ലങ് കുറയും. ഇത് ഓർത്തിരിക്കുക. ന്യൂമോടാക്സിക് സെൻറ്ററിൽ നിന്ന് സ്ട്രോങ് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ഇൻസ്പിറേഷൻ കുറയും, ഫില്ലിംഗ് ഓഫ് ദ ലങ് കുറയും, റെസ്പിറേറ്ററി റേറ്റ് കൂടും. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് ക്വസ്റ്റനായി വരാവുന്ന ഒരു ഭാഗം ആണ്. അപ്പോൾ നമ്മൾ അതും ശ്രദ്ധിക്കണം. അപ്പോൾ ന്യൂമോടാക്സിക് സെൻറ്റർ ഇതിവിടെ രണ്ട് മെയിൻ ഏരിയാസ് ആണ്. ഒന്ന് ഈ കാർബൺ ഡയോക്സൈഡ് ആൻഡ് H+ സെൻസേഴ്സ് നമ്മുടെ ബോഡിയിൽ എവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. കാർബൺ ഡയോക്സൈഡ് ആൻഡ് H+ സെൻസേഴ്സ് ബോഡിയിൽ കരോട്ടിഡ് ആർട്ടറിയുടെ ഉൾഭാഗത്ത്, അയോട്ടിക് ആർച്ചിൻ്റെ ഉൾഭാഗത്ത് ദ സെൻസറി സെൽസ് ആർ ലൊക്കേറ്റഡ്. ക്ലിയർ അല്ലേ? പിന്നെ നമ്മൾ പറയുന്നത് ബ്രെയിനിലും ഉണ്ട്. ദീസ് സെൽസ് ആർ ഓൾസോ സെൻസറി സെൽസ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ദ ബ്രെയിൻ. അവിടെ നിന്നുള്ള സിഗ്നൽ എല്ലാം പോകുന്നത് മെഡുലയിലേക്കാണ്. മെഡുല ഓൾസോ റിസീവ് സിഗ്നൽ ഫ്രം ദ ന്യൂമോടാക്സിക് സെൻറ്റർ. ന്യൂമോടാക്സിക് സെൻറ്റർ എന്നുള്ള സിഗ്നൽ സ്ട്രോങ് ആണെങ്കിൽ സ്വിച്ച് ഓഫ് ഇൻസ്പിറേഷൻ ആണ്. ക്ലിയർ? പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ബ്രീത്തിങ്ങിൽ മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഒരുവിധം ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പാർട്സ് ആണ്. പിന്നീട് ഒരു ഭാഗമുള്ളത് ഇസ് ഡിസോർഡേഴ്സ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ. ഇത് പക്ഷേ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും, കാരണം നിങ്ങൾ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുമ്പോൾ ഒരുവിധം ഡിസോർഡേഴ്സ് ഒക്കെ നിങ്ങൾ കവർ ചെയ്ത് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിരുന്നാലും ദർ ആർ സർട്ടൻ ഡിസീസസ് ലൈക്ക് ആസ്തമ. ആസ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് ശ്വാസമുട്ട്, അല്ലേ? ശ്വാസമുട്ട് എന്ന് പറയുന്നതാണ് ആസ്മ. ആസ്മ ഇൻഫ്ലമേഷൻ ഓഫ് ദ ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് ഡ്യൂ ടു അലർജിൻസ്. അലർജി കോസിങ് സബ്സ്റ്റൻസസ് നമ്മുടെ ലങ്സിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് കോസസ് ഒരു അലർജിക് റെസ്പോൺസ് ആണ്. ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്കൈ ആൻഡ് ബ്രോങ്കിയോൾസ് ലീഡിങ് ടു സ്പാസം ഓഫ് ദ മസിൽസ്. അപ്പോൾ നമുക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ആസ്മ. സാധാരണ കോമൺ ആയിട്ടുള്ള അലർജിൻസ് എന്ന് പറഞ്ഞാൽ പോളൻ, പിന്നെ ഡസ്റ്റ്, അതുപോലെ ആനിമൽ ഡാൻഡർ എന്ന് പറയും. ആനിമൽ ഡാൻഡർ എന്ന് പറഞ്ഞാൽ ഈ നായയും പൂച്ചയൊക്കെ വീട്ടിൽ വളർത്തുന്ന ആൾക്കാർക്ക് അതിൻ്റെ രോമമൊക്കെ അലർജിക്കായിരിക്കും. സിഗരറ്റ് സ്മോക്കിംഗായി റിലേറ്റ് ചെയ്തിട്ടൊരു ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എംഫിസിമ. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. എംഫിസിമ ഇസ് കോസ്ഡ് ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. എംഫിസിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മൾ പറയുന്നത് ഡാമേജ് ടു ദി ആൽവിയോളാർ വാൾ. നിങ്ങൾ ബയോടെക്നോളജി പഠിക്കുമ്പോൾ യു ഹവ് ലേൺഡ് ലൈക്ക് ആൻറ്റി ട്രിപ്സിൻ പഠിച്ചിട്ടുണ്ട്. എംഫിസിമയ്ക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യാം എന്നുള്ളത്. എന്നാൽ എംഫിസിമ ഡാമേജ് ടു ദി ആൽവിയോളാർ വാൾസ് ആണ്. സിഗരറ്റ് സ്മോക്കിംഗ് പക്ഷേ നമ്മൾ സിഗരറ്റ് സ്മോക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ ഓൾസോ എഫക്റ്റ് ആർ ബ്രോങ്കിയോൾസിനെ എഫക്റ്റ് ചെയ്യാം. ആ സ്മോക്കൊക്കെ വന്ന് അക്യൂമുലേറ്റ് ചെയ്തിട്ട്, റൈറ്റ്? ചില ജോലികൾ നമ്മൾ ചെയ്യുന്നതിൻ്റെ ഫലമായി ഡ്യൂ ടു സർട്ടൻ ജോബ്,
അതിന് നമ്മൾ പറയാം ഒക്കുപേഷണൽ ഡിസോർഡർ. പല ആൾക്കാർക്ക് പലതരത്തിലുള്ള രോഗങ്ങളുണ്ടാവും. ഒക്കുപേഷണൽ ഡിസോർഡറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സിലിക്കോസിസ്. അപ്പോൾ എന്താണ് സിലിക്കോസിസ് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ആക്ച്വലി ദ അക്യൂമുലേഷൻ ഓഫ് സിലിക്ക പാർട്ടിക്കിൾസ്. സിലിക്ക പാർട്ടിക്കിൾ അക്യൂമുലേഷൻ, അതിനാണ് നമ്മൾ പറയുക സിലിക്കോസിസ്. ലങ്ങിൻ്റെ ഉള്ളിൽ ഈ മണ്ണ് ഖനികളിൽ അല്ലെങ്കിൽ റോഡ് പണി ചെയ്യുന്ന ആൾക്കാർ പാറമടകളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അവർ സിലിക്ക പാർട്ടിക്കിൾ അല്ലെങ്കിൽ മൺതരികൾ ഇൻഹെയിൽ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആ മണൽത്തരികൾ ലങ്സിനുള്ളിൽ വന്ന് അക്യൂമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന അസുഖമാണ് സിലിക്കോസിസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിൽ സാധാരണ പറഞ്ഞിട്ടില്ലെങ്കിലും സ്ഥിരം വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നസ്. നമ്മൾ ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ, ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അവിടെ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ വിൽ ബി ലോ. അപ്പം നമ്മുടെ ബോഡി വിൽ എക്സ്പീരിയൻസ് ലാക്ക് ഓഫ് ഓക്സിജൻ. നമുക്ക് വേണ്ടത്രയും ഓക്സിജൻ കിട്ടാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ദാറ്റ് കണ്ടീഷൻ ഈസ് കോൾഡ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് മൗണ്ടൻ സിക്നസ്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് നാൾ മലമ്പ്രദേശത്ത് താമസിക്കുകയാണെങ്കിൽ നമ്മുടെ RBCയുടെ എണ്ണം കൂടും. എന്തിനാണ് RBCയുടെ എണ്ണം കൂടുന്നത്? കൂടുതൽ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ കൂടുതൽ ഓക്സിജനെ പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഒരു പോയിന്റ് അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ വരുന്ന ഹീമോഗ്ലോബിൻ വിൽ ഹാവ് ലെസ് എഫിനിറ്റി ടു ഓക്സിജൻ. അത് എന്തുകൊണ്ടാണെന്നും കൂടി അറിഞ്ഞിരിക്കുക. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഓക്സിജൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ടു ഓക്സിജൻ വിൽ ബി കമ്പാരിറ്റീവ്ലി ലെസ്. ക്ലിയർ? ഹൈ എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ആൻഡ് RBC ഉണ്ടാവും, പക്ഷേ എഫിനിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ടു ഓക്സിജൻ വിൽ ബി കമ്പാരിറ്റീവ്ലി ലെസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കേണ്ട പോയിന്റ്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 2 ചാപ്റ്ററാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആവുന്നത് 23 4 ചോദ്യങ്ങളും 24 പുതിയ ടോപ്പിക്കും ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഇറ്റ് ബിക്കംസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നീട് നമ്മൾ കാണുന്ന ചാപ്റ്റർ വാസ് ബ്രീത്തിങ്. അപ്പോൾ ബ്രീത്തിങ്ങിൽ നിങ്ങൾ ചാപ്റ്റർ മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ 1 2 ചോദ്യമാണ് സാധാരണ വരിക. അത് ഏത് ഭാഗത്തും നമുക്കറിയാത്തത് കൊണ്ട് അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കണം. പെട്ടെന്നൊന്ന് ക്വിക്കായിട്ട് നോക്കി വയ്ക്കാൻ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും. ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല, കുറേയൊക്കെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന ഷോർട്ട് കട്ട്സ് ആണ് ഇതിന് നല്ലത്. പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും പരീക്ഷ എഴുതുന്ന സമയത്തും ക്വസ്റ്റ്യൻ നല്ലോണം വായിക്കുക. ഓരോ വാക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പലപ്പോഴും ആൻസർ ക്ലൂ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധയോടുകൂടി വായിച്ചിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നന്നായി പഠിക്കുക. സോ എനിക്ക് തോന്നുന്നു വിൽ വൈൻഡ് അപ്പ്. സോ താങ്ക് യു. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്ത് അത് ക്ലാരിഫൈ ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, സ്റ്റഡി വെൽ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.